ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ശനിയാഴ്ചകളിൽ രണ്ടു മൂന്ന് ആഴ്ചകളായി നമ്മൾ ഈസി എക്സാമിനെ ക്രിയാത്മകമായി സമീപിക്കേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കൂടുതൽ എളുപ്പത്തിൽ എക്സാമിലേക്ക് എത്താം എന്നുള്ള ഒരു വിഷയം, ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരും ഒരു രീതിയിലെങ്കിലും മറ്റു രീതിയിലൊരു എക്സാമിനേഷൻ്റെ മുമ്പിലാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പം ആ പ്രശ്നത്തെ തരണം ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ തലത്തിൽ നിന്നുകൊണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. തീർച്ചയായിട്ടും പ്രായമുള്ളവർ എന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന രസകരമായ മെത്തേഡുകളാണ്. പേരുകൾ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ പേരുകളിലൂടെയൊക്കെ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും അത് മെത്തേഡ് പറഞ്ഞു കൊടുക്കാനും മെത്തേഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പേഴ്സണലി ഒക്കെ വളരെ പ്രയോജനകരമായ ഒരു രീതി കണ്ടെത്താൻ സാധിക്കും. ഏത് മെത്തേഡാണെങ്കിലും ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുന്നിലുള്ള ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല. ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സുകൾക്കൊക്കെ അർത്ഥമുള്ളൂ. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് ഒരാത്മാവുണ്ടെന്ന് പറയുന്ന പോലെയാണ്. ആത്മാവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ജീവനുള്ളതായിട്ട് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ജീവനുള്ള ഏതൊരു യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ടാകും. അപ്പോൾ ആ ലക്ഷ്യം വളരെ കൃത്യമായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്ന രീതികൾ, അതിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന കുറേ മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയുന്ന പോലെ ലക്ഷ്യമുണ്ടാകണം, കൃത്യമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം, നല്ല ഏകാഗ്രത ഉണ്ടാകണം, ഡിസ്ട്രാക്ഷൻസിലേക്കൊന്നും പോകരുത്. ഇങ്ങനെ അനേകം രീതികൾ ആസ് യൂഷ്വൽ നമ്മൾ പറയാറുണ്ട്. അതേക്കെ പോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ സാധാരണ കാണുന്ന എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ചില മെത്തേഡുകളാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. പക്ഷേ മെത്തേഡുകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. എങ്കിലും ഈ മെത്തേഡുകൾ വ്യത്യസ്തമായ രീതിയിൽ കഥകളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് കൃത്യമായിട്ട് എത്തിക്കേണ്ടവരിൽ എത്തിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്സ് നിലവിലുള്ളത് ജപ്പാനീസ് സ്റ്റഡി ടെക്നിക്സ് തന്നെയാണ്. ജപ്പാനിൽ എന്താ ഇല്ലാത്തതല്ലേ? എല്ലാം ഉണ്ട്. പ്രൊഡക്ടിവിറ്റിയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗം എന്നൊക്കെ പറയുന്ന ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അനേകം മെത്തേഡുകൾ, രീതികൾ, ടെക്നിക്സ് ഒക്കെ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ടെക്നിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൽ ആദ്യത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞത് ഫെയ്ൻമാൻ ടെക്നിക്ക്. ഇദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നറാണ്. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയ റിച്ചാർഡ് ഫെയ്ൻമാൻ്റെ ഒരു മെത്തേഡാണിത്. സയൻസും ഗണിതശാസ്ത്രത്തിലും അദ്ദേഹം വളരെയധികം പ്രവർത്തന നിരതനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമുക്ക് ഒരുപക്ഷെ അറിയാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒരാശയത്തെ ലളിതമായ ഘടകങ്ങളായി വിഭജിച്ച് അത് മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം വാക്കുകൾ വിശദീകരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല പഠനം. കുറേ ക്രിയാത്മകതയുണ്ട് അതുകൊണ്ട്. ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ മിനിമം നോളജ് നമുക്കുണ്ടാകണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നോളജ് ആർജിക്കും. അപ്പം അങ്ങനെ നമ്മുടെ വിശദീകരണം ഏറ്റവും ലളിതമാക്കുന്ന ആശയങ്ങളിലൂടെ ഫലപ്രദമായി അത് പ്രകടിപ്പിക്കാൻ സാധിക്കുക. അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൽ തന്നെ സ്ഥായിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യം. ഡെയിലി അല്ലെങ്കിൽ മിക്കവാറും തലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് വിഭജിക്കും, ചെറിയ പാട്ടാക്കി മാറ്റും, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളാക്കി മാറ്റി അതിനെ മുന്നോട്ട് പോകും. 4 സ്റ്റെപ്പുകളാണ് ഇന്നുള്ളത്. ഒന്ന്, ചൂസ് ദ കോൺസെപ്റ്റ് യു വാണ്ട് സ്റ്റഡി. അപ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിലെ ഒരു അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
അതാണ് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ്, ആ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊരു സമ്മറി പറയണമെന്നുണ്ട്. ആ സമ്മറിയുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം നമ്മളൊന്ന് ഓടിച്ചു പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് റൈറ്റ് ഡൗൺ വാട്ട് യു നോ. ആ ഭാഗത്തെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്ത് പോവുകയാണ് ചെയ്യും. വൺ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് എന്ത് മനസ്സിലായി എന്ന് എഴുതുക. എഴുതുമ്പോൾ തീർച്ചയായും ഒത്തിരി ഗുണങ്ങളുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എഴുതുമ്പം അത് നമ്മളുടെ എഴുതുന്ന സ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ മെമ്മറിയുടെ പല തലങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഇമോഷൻസോട് കൂടിയാണ് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ രേഖപ്പെടുത്തുന്നതെങ്കിൽ, അത് ഏറ്റവും ഡെപ്തിലുള്ള സബ് കോൺഷ്യസ് മെമ്മറിയിൽ വരെ രേഖപ്പെടുത്താൻ പറ്റിയ തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇമോഷൻസോട് കൂടിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുള്ളത്. കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച രീതികളും അന്ന് പഠിച്ച പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ കണ്ടന്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇമോഷണൽ കണ്ടന്റ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ ഇപ്പം നമ്മൾ എഴുതുമ്പം അതിനകത്ത് വേണമെങ്കിൽ ചിത്രത്തിൻ്റെതായ രീതിയിൽ എഴുതാം. കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് അതിനെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത് ഐഡന്റിഫൈ ദ നോളജ് ഗ്യാപ്പ് ആൻഡ് റിവൈസ്. ഇതിനുശേഷം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഴുതിയതും പുസ്തകത്തിലുള്ളതുമായിട്ടുള്ള ചില പൊരുത്തക്കേടുകളുണ്ടാകും. അവിടെ നോളജ് ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഗ്യാപ്പിനെ നമ്മൾ റിവൈസ് ചെയ്യും. കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യും. ഫൈനലി സിംപ്ലിഫൈ ദ കോൺസെപ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഐഡിയാസ് ടു അതേഴ്സ്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ധാരണയാവും. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കുട്ടികളോട് പറയുന്നത് ശ്രദ്ധിച്ചാണ്, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതി പഠിക്കുന്ന ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുക, ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് വിടുക. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്കാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ആ രണ്ടാമത്തെ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ വലിയവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ഞാനൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു ബുക്കിൻ്റെ വലത് സൈഡിൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. വീണ്ടും ആ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പുതിയ ഐഡിയാസ് വരും. പുതിയ ഐഡിയാസ് എഴുതാൻ സ്ഥലമില്ല. അപ്പോൾ നാച്ചുറലി എന്ത് പറ്റും, പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പേപ്പർ അറ്റാച്ച് ചെറുതായിട്ട് എഴുതേണ്ടി വരും. അതിൻ്റെ പകരം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നല്ല ലാവിഷായിട്ട് എഴുതാം. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നോക്കൂ. പേപ്പർ പ്രിൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതിയിട്ട് അതൊന്ന് പ്രിൻ്റ് എടുത്ത് വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ രണ്ട് സൈഡിൽ എടുക്കരുത് ഒരിക്കലും. എപ്പോഴും ഒരു സൈഡിൽ എടുക്കാവുള്ളൂ. അത് വായിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കണ്ടന്റും കൂടെ, കുറേ കഥകളോ കുറേ രൂപങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താം. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കണ്ടന്റുകളെയൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു മുൻധാരണ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക, ഒരു അവസരം, ഒരു റിസോഴ്സ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അതിലൂടെ നമുക്ക് പോകാം. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളിലൂടെ പോവുക. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മളൊന്ന് സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഒരുപക്ഷെ ഹെഡിങ് ആകാം, അല്ലെങ്കിൽ ചില ചിത്രങ്ങളുടെ പ്രത്യേകതകളായിരിക്കാം, അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്ന ചില കോട്ടുകളായിരിക്കാം. എന്താണോ അത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ വീണ്ടും വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബുക്കിലുള്ളതും നമ്മൾ എഴുതിയതും തമ്മിലുള്ള ആ ഡിഫറൻസ്, ആ ഗ്യാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം അതിനെ റിവൈസ് ചെയ്യുക. ദെൻ ഈ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാക്കി അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ പ്രോസസ്സാണ് ഈ പറയുന്ന വ്യക്തി ആസൂത്രണം ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. പെർഫോം ബെറ്റർ. കാരണം പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവ് മോട്ടർ ലേണിംഗ്. നമ്മളുടെ കൈകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ചിന്തകൾ മാത്രമല്ല. അതിൻ്റെ അകത്ത് കുറച്ച് പ്രോസസ്സുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ മോട്ടോർ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ബെറ്റർ ആകും. അത് നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ എഴുതി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എൻഹാൻസ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ഒക്കെ വളരെ ബെറ്റർ ആകും. അതുപോലെ സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡിസ്റ്റൻസ്, സോഷ്യലും കോഗ്നിറ്റീവായിട്ടുള്ള ആ തലങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനും അതിനിടയിലുള്ള ആ ഗ്യാപ്പുകളെയൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനും ഒരുപക്ഷെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിസോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. ആൻഡ് ടെൻസ് ടു ഹാവ് എ ഹയർ IQ ആസ് ട്യൂട്ടർ. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വല്പം കൂടെ ഹയർ IQ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിന് വേറൊരു രീതിയിൽ പറയാം, ക്രോട്ടേജ് ഇഫക്റ്റ്. ഇങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ഇഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ക്രോട്ടേജ് ഇഫക്റ്റ്? ഇല്ല സാർ, ഇല്ല. ഓക്കെ.
ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ടെക്നിക്കലി പറയുമ്പോൾ ഇങ്ങനെ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കോട്ടേജ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എത്രേ ഉള്ളൂ, നമ്മൾ പഠിപ്പിക്കുന്നതായി നടിക്കുക. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കസേരയിൽ ഇരുന്ന് പഠിക്കും, നിൽക്കും, പഠിക്കും. നമ്മളൊരു ചെറിയ വടിയൊക്കെ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നതായിട്ട് നടിച്ചുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി തയ്യാറെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിവരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന രീതിയിൽ ചെയ്യും. സോ ഒരു വ്യക്തിയെ ആ വിവരങ്ങൾ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മാനസിക പ്രതിഭാസമാണ് പോട്ടേജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോട്ടേജ് ഇഫക്റ്റ് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില പ്രത്യേക ബ്രെയിനിലുള്ള ചേഞ്ചസ് നമുക്കുണ്ടാകും. നമ്മൾ ആദ്യമേ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റുകൾ ഒന്ന്, അവിടെ ഒരു ടെൻ ടു ഹാവ് ഹയർ IQ ആസ് ട്യൂട്ടർ. അപ്പം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ആ ഇൻഫർമേഷനെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട രീതിയിലേക്ക് നമ്മളൊന്ന് പരുവപ്പെടുത്തിയെടുക്കും, ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുണ്ട്. ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് അത് തിരിച്ച് മനസ്സിലാകാവുന്ന രീതിയിൽ അതിനെ സ്വല്പം അഡീഷൻസും ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സ് ഒക്കെ കൂടുതൽ കൊടുത്ത് ഭംഗിയാക്കി അതിനെ തിരിക്കുന്ന ആ പ്രോസസ്സ്. സോ ദാറ്റ് ഇസ് കോൾഡ് പോട്ടേജ് ഇഫക്റ്റ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ പഠനത്തിന്റെ സവിശേഷതയെങ്കിൽ, ചിലരൊക്കെ ഒച്ച വായിച്ച് പഠിക്കുന്നതാണ് അല്ലെ, കൊച്ചുകുട്ടികൾ. നമ്മുടെ പഠനകാലത്തും അങ്ങനെയൊക്കെയായിരുന്നു. ഒച്ച വായിച്ച് പഠിക്കും, നടന്ന് പഠിക്കും, കസേരയിൽ അടിച്ചു പഠിക്കും, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പഠന ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആസ് എ ടീച്ചർ, കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചറിയാം, കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ ആകുക എന്നുള്ളതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. അപ്പൊ ആ ഇൻട്രസ്റ്റിലൂടെയാണ് അവർ കൂടുതൽ കണ്ടന്റ് സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം ഇങ്ങനെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ പോട്ടേജ് ഇഫക്റ്റിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് S2 3R മെത്തേഡ്. ഇതൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ് പി റോബിൻസൺ ആണ് 1940s അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. SQ3R എന്ന് പറഞ്ഞൊരു അബ്രിവേഷൻ ആണ്. അവിടെ എസിന് സർവേ എന്നും, ക്വസ്റ്റ്യൻ, റീഡ്, റെസിറ്റ് ആൻഡ് റിവ്യൂ. SQ പിന്നെ 3 Rകളാണ്: സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റെസിറ്റ് ആൻഡ് റിവ്യൂ. ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ, ആദ്യം സർവേ എന്ന് വെച്ചാൽ ഒരു സ്കാനിങ് പ്രോസസ്സാണ്. ആദ്യമേ നമ്മൾ ടോപ്പിക് ഒന്ന് സ്കാൻ ചെയ്യും, കൃത്യമായിട്ട് എന്താണ് ആ ടോപ്പിക്കിൽ ഉള്ളതെന്ന് ജസ്റ്റ് ഒരു സ്കാൻ ചെയ്യും. ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമ്മൾ ചില ചിത്രങ്ങളുടെ ഭാഗങ്ങളായിരിക്കാം, ചില കോട്ടുകളായിരിക്കാം. ആ അധ്യായവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ വളരെ ഡീറ്റെയിൽ ആയിട്ടും ഡെപ്തിനും വായിക്കുന്നതിന് പകരം ഒരു സ്കാനിങ് നടത്തുക. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക എന്ന് പറയും. ആ ബുക്കൊന്ന് മറിച്ച് നോക്കും. വൺസ് ആ ബുക്ക് മറിച്ച് നോക്കുമ്പോൾ കുറേ കണ്ടന്റുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് തീർച്ചയായിട്ടും പെനട്രേറ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ പ്രയോജനകരമായ ഒരു തലത്തിലേക്ക് മാറും, അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് ആ പാർട്ട് അറിയാം എന്നുള്ള തരത്തിലേക്ക് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യും. ഒരു ഈസിനെസ് ഫീൽ ചെയ്യും. നമ്മൾ അറിയുന്ന വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ, അറിയാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ എക്സ്പ്രഷൻ, നമ്മളുള്ള ആ ഡിഫറൻസ് ശരിക്കും അവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്കാനിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ആദ്യമേ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും, ചുമ്മാ ജസ്റ്റ് പേപ്പർ ഒന്ന് മറിച്ചു നോക്കും, അതിനുശേഷം വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് വായിക്കും. അപ്പോൾ ആ സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ശ്രദ്ധിച്ചു, ഒരു ബുക്ക് പുതുതായിട്ട് കിട്ടിയാൽ ആദ്യം എന്തായിരിക്കും, ഒരു ബുക്ക് ആദ്യമായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ, ഒരാൾ റീഡ് ചെയ്യാൻ പറയുന്നു, ആ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ, അല്ലെങ്കിൽ ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ബുക്ക് തന്നാൽ എന്തായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്? ബുക്കൊന്ന് തുറന്ന് പണ്ടൊക്കെയാണ് മണപ്പിച്ച് നോക്കും പേജൊക്കെ. അതിന്റെ പേപ്പറിന്റെ സുഖമൊക്കെ നോക്കിയായിരുന്നു. ഇപ്പൊ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് പുറംചട്ടയും ആമുഖമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കൂ. താങ്ക് യു സാർ. ആമുഖം നോക്കും, അതിന്റെ പുറകിലത്തെ റൈറ്ററിനെ കുറിച്ചുള്ള കണ്ടന്റുകൾ നോക്കും. ഇത് വായിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് സ്കാൻ ചെയ്യുന്നു അല്ലേ. ആ സ്കാനിങ്ങിന് ശേഷമാണ് പിന്നെ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് തരുന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ബുക്കിന്റെ കുറിച്ച് ഏകദേശം ഒരു സ്കാനിങ്ങിന്റെ പിക്ചർ നമുക്കുണ്ടായിരിക്കും. വായിക്കുന്നതിന് മുമ്പ് പല സിനിമകളും നമ്മൾ കാണുന്നത് പോയി കാണുകയല്ലോ, പലതിൻ്റെയും കഥകൾ കേൾക്കുമല്ലേ, കഥകൾ കേട്ടിട്ട് തീരുമാനിക്കും വേണോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്കാനിങ് പ്രോസസ്സ് നടത്തും. അപ്പോൾ അവിടെ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, പിക്ചേഴ്സ്, കോട്ട്സ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന മിക്കവാറും നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. നല്ല ബുക്കുകൾക്കൊക്കെ ചിലതിൻ്റെ അകത്ത് അണ്ടർലൈനിങ് കാണും, ചിലതിൻ്റെ അകത്ത് കോട്ട്സ് ഒക്കെ വലുതാക്കി എഴുതും, ചിലതൊക്കെ പ്രത്യേകം ഗ്യാപ്പൊക്കെ ഇട്ട് കണ്ടാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. അതൊക്കെ ആ റൈറ്ററുടെ ഒരു പ്രത്യേകതയാണ്. ഹൈലൈറ്റ് ചെയ്ത് എഴുതുക, കോട്ട്സിൻ്റെ അകത്ത് എഴുതുക, ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ഐഡിയ. അതുപോലെ തന്നെ അവതാരിക നോക്കുന്ന ഒന്നായിരിക്കും ഒരാളെ ഇതിനെപ്പറ്റി, അത് നല്ലൊരു കാര്യം. അതെ, അവതാരിക. അതെ, യെസ്, അവതാരിക, ആമുഖം, ഏറ്റവും അവസാനത്തെ ടൈറ്റിൽ പേജ്, എൻ പേജ്, ഇതൊക്കെ വായിച്ചു നോക്കാറുണ്ട്.
അപ്പൊ ഇതാണ് രണ്ടാമത്തെ പാർട്ടും ചെയ്ത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ പാർട്ട് ക്വസ്റ്റ്യൻ, നമ്മൾ ആ പാർട്ടിനെ കുറിച്ച്, നമ്മൾ വായിച്ച ആ പാർട്ട്, സ്കാൻ ചെയ്ത പാർട്ടിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ മെത്തേഡ് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യത്തോട് ക്വസ്റ്റ്യൻ, നമ്മൾ അറിയത്തില്ലേ 5 Ws ആൻഡ് 1 ഹസ്ബൻഡ്, 5 wives ആൻഡ് 1 ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ. ഡബ്ല്യൂയിൽ തുടങ്ങുന്ന 5 W വാക്കുകൾ, എച്ചിൽ തുടങ്ങുന്ന, ഹസ്ബൻഡ് എന്ന് പറയുന്ന രീതിയിൽ എച്ചിൽ തുടങ്ങുന്ന ഒരു വാക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഏറ്റവും ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള ഏതൊരു കാര്യത്തോടും ഈ 5 wife + 1 ഹസ്ബൻഡിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് എക്സ്പ്രസ് ചെയ്ത് ഇങ്ങോട്ട് തരും. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്കതിനെ ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യാം. സൊക്രാറ്റിക് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ CBTയുടെ കോൺസെപ്റ്റിൽ പറയും. കൃത്യമായിട്ടുള്ള മീനിങ് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിലൂടെ നമുക്ക് കിട്ടും. സോ ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ യു റീഡ് ക്രിട്ടിക്കൽ. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് കിട്ടത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. പലപ്പോഴും ചില ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. ഒരു ചെറിയ ടോപ്പിക്കേ പഠിക്കുള്ളൂ, എന്നിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് അത് കൃത്യമായിട്ട് ഇവോൾവ് ചെയ്തു വരും. സോ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പാർട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ കൂടുതൽ ശ്രദ്ധയോടെ ആ ടോപ്പിക്കിലേക്ക് കടന്നു പോകാനുള്ള ഒരു പാർട്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോഴാണെങ്കിലും ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കുക. ഒരുപക്ഷെ പണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടിരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യം. ഇല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി, കുട്ടികൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി കൊണ്ടുവരുന്നു, കുട്ടികൾ ചോദിക്കുന്നു, മറ്റു കുട്ടികൾ ആൻസർ പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊക്കെ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നമ്പർ 3 എന്ന് പറയുന്നത് ദെൻ റീഡ് ചെയ്യുക. എൻഷുവർ യു ആക്റ്റീവ്ലി ആൻഡ് കെയർഫുള്ളി റീഡ് ദ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വീണ്ടും ആ സെഷൻ കൃത്യമായിട്ട് വായിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസും കൂടെ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. അതിനോട് ചേർത്ത് വയ്ക്കാം. ദെൻ റെസിറ്റ്, recall the information you just read and put it into your own words to reinforce understanding. അപ്പോൾ ആ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും റെസിറ്റ് ചെയ്യുക. റെസിറ്റേഷൻ, പദ്യഞ്ചൊല്ലും പാരായണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ രീതികൾ കൃത്യമായിട്ട് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി 5th is review. Go back over the material and revise your understanding to reinforce comprehension. അപ്പോൾ ഈ 5 മെത്തേഡുകളിലൂടെ കൃത്യമായിട്ട് നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റും. ഇതേപോലെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്, ചെറിയ കണ്ടന്റിന് വ്യത്യാസമേ ഉള്ളൂ. PQ4R മെത്തേഡ് ഉണ്ട്. ഇവിടെ P എന്ന് പറയുന്നത് പ്രിവ്യൂ ആണ്. അവിടെ ആദ്യം എസ് ആയിരുന്നു. എസ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരുന്നു നമ്മൾ SQ3R എന്ന് പറഞ്ഞ എസ്സിലാണ്, സർവേ ആയിരുന്നു. ഇവിടെ അതിൻ്റെ ടോപ്പിക് ഒന്ന് മാറ്റി എന്നുള്ള അർത്ഥം പ്രിവ്യൂ എന്നാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ Q മീൻസ് ക്വസ്റ്റ്യൻ, പഴയ പോലെ തന്നെ. ദെൻ റീഡ്, റിഫ്ലക്ട്, റെസിറ്റ് ആൻഡ് റിവ്യൂ. സ്വല്പം കൂടെ ഒരു കണ്ടന്റ് ഇവിടെ റിഫ്ലക്റ്റും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് കോൾഡ് PQ4R മെത്തേഡ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതും മറ്റൊരു റോബിൻസന്റെ ഡെവലപ്മെന്റ് ആണ്. തോമസ് ആൻഡ് റോബിൻസൺ 1970s ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. മറ്റൊരു പാർട്ട് ഇതാണ്, ന്യൂമോണിക്സ് ടെക്നിക്സ്. ശരിക്കും പറഞ്ഞത് ഒരു ഗ്രീക്ക് വേർഡാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമോണിക്സ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ, ഇത് നമ്മൾ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. അബ്രിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ന്യൂമോണിക്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പല രീതിയിലുള്ള ന്യൂമോണിക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വൽ ന്യൂമോണിക്സ് ആണ്. യൂസ് മെന്റൽ ഇമേജസ് ടു റിമെമ്പർ ഇൻഫർമേഷൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ മനസ്സിലൊരു ചിത്രമാക്കി വെച്ചുകൊണ്ട്, ഒരു ചിത്രത്തിൻ്റെ മെന്റൽ ഇമേജ് ആയിട്ട് മാറ്റിക്കൊണ്ട് അതിനെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇപ്പം നമ്മളൊരു ടൗൺ ആണെങ്കിൽ ടൗണിൽ ചെന്നു അതിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു വിഷ്വൽ പിക്ചർ നമ്മുടെ മനസ്സിൽ വരും. പൊതുവേ നമ്മൾ വിഷ്വൽ ഇമേജസുമായിട്ട് അല്ലെങ്കിൽ മെന്റൽ ഇമേജസുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് മെന്റൽ ഇമേജിങ് തന്നെയാണ്. നെക്സ്റ്റ് ടൈപ്പ് കീവേഡ് ന്യൂമോണിക്സ്, എന്തെങ്കിലും കീവേഡുകൾ യൂസ് ചെയ്യുക. ഇപ്പം ബാഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ബാഡ് എന്ന് മാത്രം ഉപയോഗിക്കുക. ഇതുപോലത്തെ അനേകം കീവേഡ്സ് ഉപയോഗിക്കുക. ഏറ്റവും ഫെമിലർ ആയിട്ടുള്ള, അതിനോട് ചേരുന്ന ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കീവേഡ്സ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഡെയിലി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒത്തിരി
നല്ലതും ചീത്തതുമായ വാക്കുകൾ ഈ കീവേഡ് ന്യൂമോണിക്സ് ആയിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. കൂട്ടുകാരെയൊക്കെ വിളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം ഈ കീവേഡ് ന്യൂമോണിക്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ വരുന്നത് അലിറ്ററേഷൻ ന്യൂമോണിക്സ്. സിമ്പിളി എസ്, ഒരു സിമ്പിൾ ഒരു ഇനിഷ്യൽ ലെറ്റർ കൊണ്ട് ഒരു സൗണ്ട് കൊണ്ട് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ടൈപ്പ് എസ്. നമ്മൾ പേരൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട് ചിലപ്പോഴും. സെൽഫ് കൺട്രോളിന് പകരം എസ് എന്ന് മാത്രം പറയുന്ന അലിറ്ററേഷൻ ന്യൂമോണിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ദെൻ അക്രോണിം ന്യൂമോണിക്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് PEMDAS, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ആവശ്യമില്ല എങ്കിൽ പോലും പാരന്തസിസ്, എക്സ്പോണന്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്നുള്ളതിന്റെ ഒരു അക്രോണിം ഇവിടെ കൃത്യമായിട്ട് ന്യൂമോണിക്സിന്റെ ഭാഷയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം ഇതെല്ലാം മെത്തേഡുകളാണ്. ഇതൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഓരോരുത്തർക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ റെയിംസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെയിമാണ് നമ്മളുടെ മന്തിൻ്റെ എത്ര നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് ഓരോ മാസത്തിലും അറിയാൻ വേണ്ടി 30 days ഹാത്ത് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ എന്നൊക്കെ പറയുന്ന ആ പാട്ട് വളരെ കുട്ടിക്കാലം പോലെ നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ന്യൂമോണിക്സ് ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക് ന്യൂമോണിക്സ്, സിംഗിങ്ങിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പ്രോസസ്സ് ഉപയോഗിക്കാം. അഗൈൻ വൺ മോർ മെത്തേഡ് ഈസ് കണക്റ്റിംഗ് ന്യൂമോണിക്സ്. പക്ഷേ ഇപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ കണക്ട് ചെയ്യുമ്പോൾ ഒരു എസ്ഐയുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ കണക്ഷൻ ന്യൂമോണിക്സ് ഉപയോഗിക്കാം. ഒരു എസ്ഐ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-12 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ 12 പോയിന്റുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ഷൻ ന്യൂമോണിക്സ് ഉപയോഗിക്കാം. വേണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള സബ് പോയിന്റ്സുകളും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂമോണിക്സ് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് എസ്ഐ ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചില മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ പറയുന്ന കണക്ഷൻ ന്യൂമോണിക്സ് ഓർത്തിരിക്കാൻ പറ്റും. അസോസിയേറ്റഡ് ഇൻഫർമേഷൻ വിത്ത് എ പേഴ്സണൽ കണക്ഷൻ ഓർ സംതിങ് യു ഓൾറെഡി നോ. നമുക്കറിയാവുന്നതോ പേഴ്സണൽ തലങ്ങളിലുള്ള എന്തെങ്കിലും കണക്ഷൻസ് ഉപയോഗിച്ച് സിമ്പിളൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടി സെൻസറി ലേണിംഗ്. അപ്പോൾ നമുക്കറിയാം മൾട്ടി സെൻസസ് ആണ് നമുക്കുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സെൻസസ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓഡിറ്ററി, വിഷ്വൽ, കെനസ്തെറ്റിക്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ടൈപ്പിലുള്ള മൾട്ടി സെൻസറി ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓഡിറ്ററി ആണെങ്കിൽ കൃത്യമായിട്ട് ശബ്ദത്തിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ വേണമെങ്കിൽ ടേപ്പ് ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും കേൾക്കുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ഒരു പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ്റെ ഒക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ സെൽഫ് മെഡിറ്റേഷൻ റൈറ്റ് എഴുതിയിട്ട് അത് നമ്മളുടെ തന്നെ ശബ്ദത്തിൽ നമ്മൾ തന്നെ കേൾക്കുക. മറ്റൊരാളുടെ ശബ്ദത്തിൽ കേൾക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവാണ് നമ്മളുടെ ശബ്ദത്തിൽ നമ്മൾ തന്നെ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഓഡിറ്ററി മൾട്ടി സെൻസറി കോൺസെപ്റ്റ് എന്ന് പറയാം. അതിൻ്റെ കൂടെ പ്രോസസ്സുകളുണ്ട്, അതിൻ്റെ കൂടെ ഓഡിറ്ററി. ഒരു വിഷ്വൽ, കാഴ്ചയിൽ വിഷൻ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷൻ പ്ലാൻ, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഗോളുകൾ, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ, ടു ഡു ലിസ്റ്റ്, ഇതെല്ലാം കറക്റ്റ് വിഷ്വലായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ഓഫീസുകളിൽ വെക്കാം, ടേബിൾ ടോപ്പിൽ വെക്കാം, എവിടെയാണോ വെക്കാൻ പറ്റുന്നത് അവിടെയെല്ലാം വെച്ച് വിഷ്വലായിട്ട്. വളരെ കെനസ്തെറ്റിക് ആയിട്ടുള്ള മെത്തേഡുകൾ, ടച്ച് സെൻസിറ്റീവ്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ടുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള. അപ്പോൾ ഇത് മൾട്ടി സെൻസറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവിടെ തന്നെ നമ്മൾ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡയഗ്രാംസ്, ചാർട്ട്സ്, ഗ്രാഫ്, എപ്പോഴും നമ്മൾ എന്ത് പഠിക്കുമ്പോഴും റൈറ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കെനസ്തെറ്റിക്കാണ്. ആ കെനസ്തെറ്റിക്കിനോട് കൂടെ ഒരു ഗ്രാഫിക്കൽ, ഒരു പിക്ചറൈസേഷൻ, ഒരു വിഷ്വൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിലേക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ എഴുതി പഠിക്കണമെന്ന്. വായിച്ച് പഠിക്കുന്നതിനേക്കാളും വളരെ ഇഫക്റ്റീവാണ് എഴുതി പഠിക്കുന്നത്. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള. അതുപോലെ ഓഡിയോ ലേണിംഗ്, ലിസൺ ടു ലെക്ചേഴ്സ് ഓർ റെക്കോർഡിങ്സ് ടു ഹിയർ ഇൻഫർമേഷൻ പ്രസന്റ് ഓഡിറ്ററി ഫോർമാറ്റ്. അപ്പോൾ നമ്മുടെ ആ ഫോർമാറ്റിനെ ഓഡിറ്ററിയിലേക്ക് മാറ്റിയിട്ട് കൃത്യമായിട്ട് അത് ലിസൺ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്ത് കേൾക്കുക. നമുക്കറിയാം ഒരു ക്ലാസ്സിൽ എത്ര നേരം നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ട് 1 മണിക്കൂറും 12 മണിക്കൂറുള്ള ക്ലാസ്സുകൾ. അപ്പോൾ അതിനേക്കാളും പലപ്പോഴും അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി നമുക്ക് ആ ടോപ്പിക്കുകൾ സ്പീഡായിട്ട് പറയുമ്പോൾ അത് എഴുതിയെടുക്കാനൊന്നും അത്ര ഈസി ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ അതുകൊണ്ട് റെക്കോർഡിംഗ് ഉള്ള ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. എപ്പോഴും ക്ലാസ്സുകളൊക്കെ ചോദിക്കുമ്പോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. ദെൻ ഫിസിക്കൽ ലേണിംഗ്, എന്തെങ്കിലും ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോസസ്, കെനസ്തെറ്റിക് സെൻസ് എന്ന് പറയും.
അങ്ങനെയുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ഇതിന് കമ്പൈൻഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എൻഹാൻസ് ലേണിംഗ് വിത്ത് വിഷ്വൽസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ കുട്ടികൾ നല്ല മുതിർന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിഷ്വൽ സ്പേഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. വിഷ്വൽ ഇഫക്റ്റ് വിത്ത് സ്പേസ്, അത് കറക്റ്റായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം സ്പേസിൽ ഈ വിഷ്വൽ ഇഫക്റ്റ് കൃത്യമായിട്ട് കാണുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുക. ചിത്രം വരച്ച് അതിനെ ഒരു വിഷ്വൽ കണ്ടന്റായിട്ട് എന്നോട് ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള മെത്തേഡ്. ഒത്തിരി മെത്തേഡുകളുണ്ടെങ്കിലും ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ജാപ്പനീസ് ടെക്നിക്സിലൂടെ നമുക്ക് പോകാം. പ്രധാനമായും ജാപ്പനീസ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും കേട്ടിട്ടുള്ളതിൽ നിന്ന് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ മെത്തേഡ് നമ്മളിവിടെ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പോമഡോറോ ടെക്നിക് എന്ന് പറയും. ഇത് നമുക്കറിയാം ജപ്പാൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ ടൊമാറ്റോയുടെ രീതിയാണ്, ടൊമാറ്റോയുടെ ഷേപ്പിലാണ് ടൈമിങ്, അല്ലെങ്കിൽ അവിടുത്തെ ടൈം പീസുകൾ, ക്ലോക്കുകളൊക്കെ മിക്കവാറും ഈ ടൊമാറ്റോയുടെ ഒരു ഷേപ്പാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ 1980s ഫ്രാൻസിസ്കോ സിറില്ലോ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ്, വളരെ എഫക്റ്റീവായിട്ട് മെത്തേഡാണ്. ഇതിൻ്റെ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനിൻ്റെ ടൈമിങ്, വെച്ചാൽ ബ്രെയിനിന് എത്ര സമയം ഒരു കാര്യം ഇൻടേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയുടെ പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു ലെയർ. ഇത് വളരെയധികം സയൻറ്റിഫിക് സ്റ്റഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ബ്രെയിനിൻ്റെ അറ്റൻഷൻ കിട്ടുന്ന സമയം 25 മിനിറ്റ്സാണ്, 25 മിനിറ്റ്സ് ലെങ്താണ്. അപ്പോൾ ഈ 25 മിനിറ്റ്സ് കൃത്യമായി ഫുൾ കോൺസെൻട്രേഷനോടുകൂടി നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലേക്ക് പോകുക. പഠനമാണെങ്കിൽ പഠനം 25 മിനിറ്റ്, അതിനുശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ 25 മിനിറ്റ് നേരത്തേക്ക് ഒരു അലാം സെറ്റ് ചെയ്ത്, ഒരു ക്ലോക്കോ അല്ലെങ്കിൽ ടൈം പീസോ അല്ലെങ്കിൽ അലാമോ എന്തൊക്കെ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് 25 മിനിറ്റ് മാത്രം ആ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുക. പഠനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത പ്രോസസ്സ്, സത്യത്തിൽ ഇത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഈസിയായ ടെക്നിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാര്യക്ഷമത എന്ന് വെച്ചാൽ പഠനവുമായി ബന്ധപ്പെട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദിസ് ടെക്നിക് ഇംപ്രൂവ്സ് യുവർ സ്റ്റഡി സ്കിൽസ് ബൈ റിഡ്യൂസിങ് ഡിസ്ട്രാക്ഷൻസ്. എന്തുകൊണ്ട് ഡിസ്ട്രാക്ഷൻ കുറയുന്നു എന്ന് വെച്ചാൽ 25 മിനിറ്റ് നേരമുള്ള സ്പാൻ, അപ്പോൾ ആ സ്പാനിലേക്ക് കൃത്യമായി നമ്മളുടെ ഫോക്കസിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. സോ ഡെഡിക്കേറ്റ് ദാറ്റ് ഷോർട്ട് ടൈം ടു ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, പഠനമാണെങ്കിൽ പഠനം, അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. ആ 25, കാരണം 25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ്, 5 മിനിറ്റ്സ് ബ്രേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എവറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടൈമിങ്ങും കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡെഡിക്കേഷൻ, അപ്പോൾ ആദ്യത്തെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമുക്കറിയാം ഗോൾ വേണം. എന്താണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഗോൾ വേണം, കൃത്യമായിട്ടൊരു സ്ട്രക്ചർ, ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പ്ലാനിങ് കറക്റ്റാക്കി ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നതെന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അലാം സെറ്റ് ചെയ്യുക. 25 മിനിറ്റ്സ് നേരം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി. കറക്റ്റ് 25 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അലാം ബെല്ല് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യും. നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, 1 മിനിറ്റ് മുന്നോട്ടോ പുറകോട്ടോ പോകണ്ട, സ്റ്റോപ്പ് ചെയ്യുക. ദെൻ 5 മിനിറ്റ്സ് നേരം എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. സ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും നടക്കുകയോ നിൽക്കുകയോ സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടയിലുള്ള ഒരു പ്രോസസ്സ് കൃത്യമാകും. ആ 25 മിനിറ്റ്സ് നമുക്ക് കിട്ടിയതിന് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. സ്ക്രീൻ അങ്ങനെയുള്ള ടൈമുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത 5 മിനിറ്റിനുള്ളിൽ വീണ്ടും നമ്മുടെ ഷെഡ്യൂളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക. അതാണ് നെക്സ്റ്റ് 25 മിനിറ്റ്സ് ഇതേപോലെ തന്നെ അലാം സെറ്റ് ചെയ്യുക, നമ്മളുടെ ടാർഗറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, വീണ്ടും 5 മിനിറ്റ്സ്, അങ്ങനെ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 4 25 മിനിറ്റ്സ് ഒക്കെ ഇപ്പോൾ ഏകദേശം 100 മിനിറ്റുകളോളം കടന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യും. സോ ദിസ് ടെക്നിക് ഈസ് കോൾഡ് പോമഡോറോ ടെക്നിക്. വളരെ സയൻറ്റിഫിക് ആണ്. നമ്മൾ സ്കൂളിലെ ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഒരു 25 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിന് ശേഷം പിന്നെ ഒരു 20 മിനിറ്റ്സും കൂടെ നമ്മുടെ ക്ലാസ് ഉണ്ട്. 45 അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഒക്കെയാണ് സാധാരണ ക്ലാസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം ആ 25 മിനിറ്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനുള്ള ടൈമാണ്. കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് ആ പറഞ്ഞ 25 മിനിറ്റ്സിൻ്റെ പോയിന്റുകൾ കൃത്യമായി മനസ്സിൽ
ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് നമുക്കതിനെ കൂട്ടാം. നിങ്ങൾ ഒരു കഥ കേട്ട് കാണുമായിരിക്കും. ഈ ടെക്നിക്കുമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. രണ്ട് ജോലിക്കാര്, പ്രത്യേകിച്ച് മരം വെട്ടുന്ന ജോലിക്കാര് മരം വെട്ടുന്ന ഒരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ മരം വെട്ടേണ്ട ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. രണ്ടുപേരും കറക്റ്റ് ടൈമിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതിൽ ഒരു വ്യക്തി കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹം തൻ്റെ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം വിശ്രമിക്കും. മറ്റേ ആള് ഈ വിശ്രമിക്കുന്ന കണ്ടിട്ട് ആ സമയം കൂടെ ഉപയോഗിച്ച് വിറക് കീറാമല്ലോ എന്ന് വിചാരിച്ച് പുള്ളി നിരന്തരം വർക്ക് ചെയ്യാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴിച്ച് ഇങ്ങനെ പോവുകയാണ്. ആദ്യത്തെ ആള് കൃത്യമായി ബ്രേക്ക് എടുത്താണ് പോകുന്നത്. രണ്ടാമത്തെ ആള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ. വൈകുന്നേരം തീർച്ചയായിട്ടും മെഷർ നോക്കണമല്ലോ. ചെറിയ വിറകുകളുടെ വെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ആള് ഈ ഇൻ ബിറ്റ്വീൻ ടൈം എടുത്ത, അല്ലെങ്കിൽ ഡിലേ ടൈം എടുത്ത ആളുടെ വിറകിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് മറ്റേയാളെക്കാൾ. അപ്പം മറ്റേയാൾക്ക് തന്നെ അത്ഭുതം തോന്നി, എന്താ ഇങ്ങനെ വരുന്നത്. അപ്പം അയാളിങ്ങനെ പറയുന്നുണ്ട്, ആ ഗ്യാപ്പിൽ ഈ എടുക്കുന്ന ലിഷർ ടൈമിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കോടാലിയുടെ മൂർച്ച കൂട്ടുകയും കൂടെ ചെയ്തിരുന്നു. അപ്പം ചെയ്ത വർക്ക് കൃത്യമായിട്ട് ചെയ്യുകയും അതിനുശേഷം അടുത്ത വർക്കിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന നിലയിൽ ആ കോടാലിയുടെ മൂർച്ച കൃത്യമായിട്ട് കൂട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മെത്തഡ് അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയും. അപ്പം അദ്ദേഹം 25 മിനിറ്റ് നേരം അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ആ മൂർച്ചയുള്ള കോടാലി വെച്ച് വളരെ കൃത്യമായിട്ട് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കുറച്ച് സമയം അദ്ദേഹം ബ്രേക്കും കിട്ടും. കാരണം ഈ മൂർച്ച കൂട്ടുന്ന സമയം തീർച്ചയായിട്ടും ബ്രേക്കായിട്ട് നമുക്ക് കൂട്ടാം. ഒത്തിരി ആയാസകരമായ പ്രവൃത്തിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അദ്ദേഹത്തിന് ബ്രേക്കുമായി അതേസമയം അടുത്ത റിസോഴ്സിലേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയായി. അപ്പം എന്ന് പറയുന്ന പോലെ ഒരു ടെക്നിക്കാണ് ഇത് നമുക്ക് മുന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കും, വളരെ കൃത്യമായ റിസൾട്ട് നമുക്ക് ഈ മെത്തേഡ് തരും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മളൊരു സ്മാർട്ട് വർക്കാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ആദ്യത്തെ വ്യക്തി ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാം നമ്മുടെ ശരീരം അതുപോലെ ക്ഷീണിക്കും. അപ്പോൾ ആ ക്ഷീണിക്കുന്നതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്ന് പറയാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കോമ്പൻസേഷൻ എന്ന നിലയിൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ ആ റിലാക്സേഷൻ ഉപയോഗിക്കുക. അവിടെ നമ്മൾ സ്ക്രീൻ ടൈമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റിലാക്സേഷൻ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് ഈ രീതി കൃത്യമായിട്ട് ഉപയോഗിക്കാം. സോ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതി. രണ്ടാമത്തെ മെത്തേഡ് ഷോഷിൻ എന്നുള്ളൊരു മെത്തേഡാണ്. ഇതൊരു ജപ്പാനീസ് ടെക്നിക്കാണ്. രസകരമായ ഒരു പേരാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് ഈ ഷോഷിൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് മക്കളൊന്ന് പഠിക്കൂ എന്ന് പറയുമ്പോൾ അവർക്കൊരു കൗതുകം വരും. എന്താണ് ഈ ഷോഷിൻ എന്ന് പറയുന്ന സൂത്രം എന്ന് ചിന്തിക്കും. സംഗതി വളരെ സിമ്പിളാണ്. ബിഗിനേഴ്സ് മൈൻഡ് എന്നാണ് പറയുന്നത്. ബിഗിനേഴ്സ് മൈൻഡ് വേറെ രീതി പറഞ്ഞാൽ, ആദ്യമായി ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ അത്ര എന്തോസിയാസ്റ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. എൻകറേജ് ആൻ ഓപ്പൺ ആൻഡ് ഈഗർ ആറ്റിറ്റ്യൂഡ് വെൻ ലേണിംഗ്, ഈവൻ വെൻ സ്റ്റഡിങ് അറ്റ് ആൻ അഡ്വാൻസ്ഡ് ലെവൽ. അപ്പോൾ ഏത് ലെവലിൽ പഠിച്ചാലും, ആദ്യം മുതൽ അവസാനം വരെയൊക്കെ ഏത് ലെവലിലാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ 25 മിനിറ്റിൻ്റെ ആ രീതി തന്നെ ഇരിക്കുക. ആദ്യത്തെ 25 മിനിറ്റിൽ ഇരിക്കുമ്പോൾ ഏത് രീതിയിലാണോ എന്തോസിയാസ്റ്റിക്കുന്നത് അതേപോലെ തന്നെ ഒരു ബിഗിനേഴ്സ് മൈൻഡോട് കൂടി നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ജഡ്ജ്മെൻ്റൽ, ബിഗിനേഴ്സ് മൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ സ്വല്പം ജഡ്ജ്മെൻ്റലായിട്ട് മാറി. അപ്പോൾ ജഡ്ജ്മെൻ്റലായിട്ട് മാറുമ്പോൾ നമുക്കറിയാം ഒത്തിരി ഡിസ്ട്രാക്ഷൻ നമ്മളേക്ക് കടന്നു വരും, കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. ജഡ്ജ് ചെയ്യാനുള്ള ആ കഷ്ടപ്പാടിന് വേണ്ടി ഒത്തിരി എനർജി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഒരു ബിഗിനേഴ്സ് മൈൻഡായിട്ട് നമ്മൾ നോക്കിയാണ് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഏറ്റവും ബിഗിനറുടെ മൈൻഡിൽ കൊള്ളും. നമ്മളെ ഫിലിം സ്റ്റാറിനെയൊക്കെ നോക്കുക, നമ്മൾ ഏറ്റവും പ്രമുഖരായ മലയാളം ഫിലിം സ്റ്റാർസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിം ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഓരോ ഫിലിം ചെയ്യുമ്പോഴും ഏറ്റവും ബെസ്റ്റ് ഫിലിമിലേക്ക് എത്താനുള്ള ഒരു താല്പര്യമാണ് അവരുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബെസ്റ്റ് ഫിലിമിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കമലഹാസൻ പറയുന്നതാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫിലിം ഏതാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഓരോ ഫിലിം കാണുന്നത്. അതേസമയം രജനീകാന്ത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അവസാനത്തെ ഫിലിമാണിത്, ഈ ഫിലിമോട് കൂടി ഞാൻ എൻ്റെ പ്രോസസ്സ് നിർത്തുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ ഫിലിമും ചെയ്യുന്നതാണ്.
അപ്പൊ ഇവിടെ എല്ലാം ഒരു ബിഗിനേഴ്സ് മൈൻഡ് ഉണ്ട്. കാരണം എപ്പോഴും ഒരു എന്തോസിയാസം ഉണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ താല്പര്യത്തോടെ, നമ്മൾ പറയും പൂർണ്ണ പാഷനോടെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അവിടെ നമ്മൾ ഈ ടെക്നിക്ക്, ഷോഷൻ എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ഒരു ജപ്പാനീസ് ടെക്നിക്കാണ്. ഇത് നമുക്ക് കൃത്യമായി, ഈ പേര് തന്നെ വളരെ പ്രത്യേകതയുള്ള പേരാണ്. അപ്പൊ ഈ പേരൊന്ന് അപ്ലൈ ചെയ്ത് കുട്ടികളോട് ആ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറയും. ദെൻ കൻബാൻ, ഇത് നമ്മൾ വിഷൻ ബോർഡൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ്. യൂട്ടിലൈസിങ് വിഷ്വൽ ബോർഡ്സ് ടു മാനേജ് ടാസ്ക് ആൻഡ് ടാസ്ക് പ്രോഗ്രസ്. ടാസ്കിന്റെ പ്രോഗ്രസ്സും അതുപോലെ തന്നെ ടാസ്കും കൃത്യമായിട്ട് ഓറിയന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മൾ വിഷ്വൽ കെനസ്തറ്റിക്, വിഷ്വൽ സ്പേഷ്യലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ ഒരു ഓറിയന്റേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് വിഷ്വൽ ബോർഡ് നമുക്ക് കാണാം. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് നമ്മുടെ മനസ്സിൽ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും കാണണം, മനസ്സിലേക്ക് എപ്പോഴും അത് പെനട്രേറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ അങ്ങനെ ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കി ഇത്ര വർഷത്തിനുള്ളിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതായിട്ടും ആ ഗോളിലേക്ക് പോകേണ്ട വഴികളും, പോകുന്ന വഴി എല്ലാ നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ തലങ്ങളെല്ലാം ഈ കാൻബാൻ എന്ന് പറയുന്ന വിഷ്വൽ ബോർഡിലേക്ക് ചെയ്യുക. നമ്മളിവിടെ വിഷൻ ബോർഡ് എന്ന പേരിൽ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം നമ്മുടെ പ്രോസസ്സിൽ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഫോർ എക്സാമ്പിൾ, അതിനുവേണ്ടി നമ്മൾ 3 വാക്കുകൾ, ജപ്പാനീസ് 3 വാക്കുകൾ ഉപയോഗിക്കുന്നത് മുഡ, മുറ ആൻഡ് മുറി. മുഡ മീൻസ് വേസ്റ്റ് ആണ്. വേസ്റ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളുടെ പണ്ടത്തെ കാലത്ത് പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ഗൈഡുകളുണ്ടായിരുന്നു. നോട്ട് പുസ്തകമുണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, നമ്മൾ നോട്ട് എഴുതുന്ന ബുക്കുണ്ട്, അതല്ലാതെ കുറെ ഗൈഡുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് പല ഗൈഡുകളുടെയും മെത്തേഡ് പല രീതിയിലാണ്. അപ്പൊ ഒത്തിരി ഗൈഡുകളും വരുന്നു. ഇതെല്ലാം പഠിക്കുകയും കൂടി ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ടെൻഷൻ വരും. ഏത് പഠിക്കണം, ആ കൺഫ്യൂഷൻ വെച്ചാൽ ശരിക്കും ഡേറ്റ കൂടുതലാണ്, കണ്ടന്റ് കൂടുതലാണ്. കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിനിമലിസം എന്നൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ മുഡ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. വേസ്റ്റ് ഉണ്ടാകാതെ മിനിമം യൂസ്. ദെൻ മുറ, അൺഈവൻനെസ്. അപ്പോൾ നമ്മുടെ റിസോഴ്സിന് കൃത്യമുണ്ട്. അൺഈവൻനെസ് എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബാലൻസ്ഡ് ആയിരിക്കും. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും ബാലൻസ് ചെയ്യണം. മുന്നോട്ട് കൂടുതൽ പോയപ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷവും സങ്കടവും ബാലൻസ് ചെയ്ത് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന പോലെ നമ്മുടെ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള അൺബാലൻസ് വരുന്ന എല്ലാ സാഹചര്യങ്ങളും എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഓവർലോഡിങ്, കഠിനാധ്വാനം. ഒത്തിരി ഓവർലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു. നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. അപ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടും. അപ്പോൾ എനർജി നഷ്ടപ്പെടാതിരിക്കാൻ പ്രോപ്പർ റിലാക്സേഷനിൽ കൂടെ പോകാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 25 മിനിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ആ വർക്ക് ലോഡ് ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുക, പഠനത്തെ നമ്മൾ ബാലൻസ് ചെയ്യുക, ആവശ്യത്തിനുള്ള ശാരീരികമായ കാര്യങ്ങൾ ചെയ്യുക, വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വർക്ക് ഓവർലോഡ് വരാതെ. അപ്പോൾ ഇങ്ങനെ 3 ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്, മുഡ, മുറ ആൻഡ് മുറി. ഇതും വളരെ ക്രിയാത്മകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഗോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇക്കിഗായി, ഫൈൻഡ് യുവർ പർപ്പസ്, അല്ലെങ്കിൽ റീസൺ ഫോർ ബീയിങ്. നമ്മൾ ഈ നിലയിൽ ഇപ്പോൾ ഈ നിമിഷം എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, എന്താണ് ഈ നിമിഷം ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിലേക്ക് എത്തിക്കാനുള്ളത്. ഫൈൻഡ് പേഴ്സണൽ മീനിങ് ആൻഡ് പർപ്പസ് ഇൻ സ്റ്റഡീസ് ടു ബൂസ്റ്റ് മോട്ടിവേഷൻ. അപ്പോൾ നമുക്കൊരു ലക്ഷ്യം കൃത്യമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന ഓറിയന്റേഷനിലൂടെ പോവുകയാണ്. പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കളുടെ ഇൻട്രസ്റ്റിലാണ് പഠിക്കുന്നത്. അവരുടെ ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റോ ഒന്നും മനസ്സിലാക്കാൻ, ചിലപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് ലേണിംഗ് സ്റ്റൈല് തന്നെ പല രീതിയിലായിരിക്കും. വിഷ്വൽ ലേണിംഗ് സ്റ്റൈലുണ്ട്, കിനസ്തെറ്റിക് ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്. ചില കുട്ടികളുടെ പ്രത്യേകത, ചില കുട്ടികൾ എഴുതി പഠിക്കാൻ ആഗ്രഹിക്കും, ചിലർ വായിച്ച് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലവരെ എഴുതുക മാത്രമല്ല, എഴുതിൻ്റെ കൂടെ കുറച്ച് ഷെയ്ഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കിനസ്തെറ്റിക് അപ്രോച്ചിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം പല രീതിയിലുള്ള നമ്മുടെ ഒരു ഡിസൈൻ ഉണ്ട്. നമുക്ക് ഒരു ഇൻബോൺ ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഇൻഫർമേഷൻ സ്വീകരിച്ച് എളുപ്പം ആക്കി വെച്ച ഒരു വഴിയുണ്ട്, ഒരു ന്യൂറൽ പാത്ത് വേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ബ്രെയിൻ റീവയറിങ്ങിലൂടെ വേണം നമ്മൾ മുന്നോട്ടാകാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് ഒരു കണക്ഷൻ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഇക്കിഗായി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താം. ജപ്പാനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ജപ്പാന്റെ പ്രാന്തപ്രദേശങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറെ നിരീക്ഷണങ്ങളും പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തിയപ്പോൾ അവിടെ കണ്ട ഒരു കൺസെപ്റ്റാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. റീസൺ ഫോർ, എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കണം, എന്താണ് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടു കൂടി ഞാൻ ജീവിക്കണം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കുള്ള വളരെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മുറി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു യാത്രയിലൂടെ മുന്നോട്ട് പോകാം. സോ റീസൺ ഫോർ ബി, ഫൈൻഡ് ദ പർപ്പസ് ഓഫ് പേഴ്സണൽ മീനിങ് ഓർ പർപ്പസ് ഇൻ എവറിഥിങ്. ലൈഫിന്റെ പർപ്പസ് കണ്ടെത്തുക, അതാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. ഇക്കിഗായി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. എങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ട് ഇക്കിഗായിയുടെ കോൺസെപ്റ്റ് എന്ന് പറയാം. ഇക്കിഗായി എന്ന് പറയുന്നത് പ്രൈമറി ലെവലിൽ 4 കോമ്പിനേഷൻസ് ആണ്. ഒന്ന് പാഷൻ, മിഷൻ, വെക്കേഷൻ ആൻഡ് പ്രൊഫഷൻ. അപ്പൊ ഈ 4 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ദെൻ പാഷനും മിഷനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ലവ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരും. വാട്ട് യു ലവ്, പാഷനും മിഷനും കൂടെ ചേർന്നാണ്. ഇപ്പൊ പാഷൻ എന്താണ്? പാഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജോബും കരിയറും നമ്മുടെ വ്യത്യാസമെന്ന് നമ്മൾ എപ്പോഴും പറയും. ജോബ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് പോലെ ജീവിക്കും. ഇഷ്ടമുള്ളത് കിട്ടിയാൽ ജീവിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജോലി എടുത്ത് ഇഷ്ടമുള്ളതല്ല കിട്ടുന്ന ജോലി വെച്ച് ജീവിക്കും. പാഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. എനിക്ക് കരിയർ എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത് കൃത്യമായ പാഷനോട് കൂടി എനിക്ക് ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുക. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് കുട്ടിക്കാലത്ത് കുറെ മോട്ടിവേഷൻസ് ഉണ്ട്, കുറെ മോഡൽസിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചറിയാം, ആദ്യം ടീച്ചറാകണം, പിന്നെ ബസ്സിന് ഡ്രൈവർ ആകണം, പിന്നെ അമ്മയാകണം, പിന്നെ അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവരുടെ മനസ്സിൽ അവരുടെ പെർസ്പെക്റ്റീവ് വരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് അവർ കൃത്യമായിട്ട് എയിം വയ്ക്കുന്നതാണ്. പക്ഷെ ചുരുക്കം ചില കുട്ടികൾ വളരെ കൃത്യമായ എയിമോടുകൂടി പോകും. അങ്ങനെയുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും അവർക്ക് പാഷനേറ്റ് ആയിരിക്കും. ആ പാഷൻ പലപ്പോഴും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് അത് തിരിച്ചറിയാതെ അവരെ മറ്റു വഴികൾ തിരിച്ചുവിട്ട് അവര് ട്രബിളായി പോകുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. അപ്പോൾ അവിടെ ഒരു പാഷനേറ്റ് ജോലിയല്ല. അപ്പൊ പാഷനേറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, കുട്ടിക്കാലം മുതലേ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മളുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കപ്പാസിറ്റികളാണ്, നമ്മുടെ ഒരു സ്ട്രക്ചറിന്റെ പാർട്ടാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ബാക്കിയൊക്കെ ഫംഗ്ഷന്റെ പാർട്ടാണ്. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സ്ട്രക്ചറായിട്ട് നമ്മൾ നിൽക്കുന്ന ചില കാര്യങ്ങൾ പാഷനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ വാട്ട് യു ലവ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് എത്താം. അതുപോലെ മറ്റൊരു ഏരിയയാണ് പ്രൊഫഷൻ. പാഷൻ ആൻഡ് പ്രൊഫഷൻ. പാഷനും പ്രൊഫഷനും ആകണമെന്നില്ല. ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ എന്ന് പറയുന്നത് അവരുടെ പാഷനും പ്രൊഫഷനും ഒന്നാണ്. ഇപ്പൊ നമ്മൾ മറ്റൊരു ജോലി ചെയ്തിട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പാഷൻ എവിടെയാണ്, പ്രൊഫഷൻ എവിടെയാണെന്ന് പറയാം എന്ന് പറയുന്ന ഡിഫറൻസ് ഉണ്ട്. സോ പാഷനും പ്രൊഫഷനും കൂടെ കയറി കഴിയുമ്പോൾ വാട്ട് യു ആർ ഗുഡ് അറ്റ്, നല്ല രീതിയിൽ പോകാൻ. നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ ജീവിതത്തിലേക്കാണെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന പാർട്ടായിരിക്കും പാഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഞാനിപ്പോൾ സന്തോഷവാനാണ് നമുക്ക് പറയാൻ പറ്റും. പൂർണ്ണമല്ല, ഇതും കൂടെ ഉള്ളത് കൊണ്ട്. പലരോടും പാട്ട് പാടുന്ന ഒരു വ്യക്തിക്ക് പാട്ട് പാടാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടിയാൽ ആ പാഷനേറ്റ് അവസ്ഥയിലാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് വരുമാനമൊന്നും കിട്ടണമെന്നില്ല, പക്ഷെ സന്തോഷം കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പ്രൊഫഷനും ആവശ്യം. ദെൻ പ്രൊഫഷൻ ആൻഡ് വെക്കേഷൻ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ഇപ്പൊ നമ്മൾ എന്താണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. പ്രൊഫഷണൽ കൂടെ നമുക്ക് ജോലി ശമ്പളമൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ പ്രൊഫഷനും വെക്കേഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് സന്തോഷകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പ്രൊഫഷനും ഉണ്ട്, എനിക്ക് അതനുസരിച്ച് വെക്കേഷൻ ഇല്ലാതെ പറ്റുമോ? പ്രൊഫഷൻ മാത്രമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, എപ്പോഴും വെക്കേഷന്റെ പാർട്ടും കൂടെയാണ്. അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ സാമ്പത്തികമായ ഒരു സുസ്ഥിതി ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ അടുത്ത ഏരിയ വെക്കേഷൻ ആൻഡ് മിഷൻ. വെക്കേഷനും മിഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, വാട്ട് ദ വേൾഡ് നീഡ്. ഇപ്പൊ നമ്മുടെ ഒരു മിഷൻ ഉണ്ട്, അതുപോലെ നമുക്കൊരു ഫ്രീ ടൈമുണ്ട്. പ്രൊഫഷൻ അല്ലാത്ത വെക്കേഷൻ ടൈമും നമ്മുടെ മിഷനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ സാമൂഹികമായ ഒരു ഗുണകരമായ അവസ്ഥയിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇപ്പൊ നമുക്ക് പാഷനുണ്ട്, മിഷനുണ്ട്, പ്രൊഫഷനുണ്ട്, വെക്കേഷനുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻസും കൂടെ കണക്ട് ചെയ്ത് വളരെ സന്തോഷകരമായി ഒരു ദീർഘകാല ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈ നിമിഷത്തിൽ ചലിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇക്കിഗായി അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് നമ്മൾ കണ്ടെത്തി എന്ന് പറയും. പലപ്പോഴും നമ്മുടെ ലൈഫിൽ പർപ്പസ് ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രബലത്തിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് മാറി എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു നല്ല മാർഗമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ സോ ഫൈൻഡ് യുവർ ഇക്കിഗായി.
അപ്പോൾ ഇക്കിഗായി കണ്ടെത്താൻ വേണ്ടി ഒത്തിരി മാർഗങ്ങളുണ്ട്, പല രീതികളുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അറിയണം. ഒരു പാഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ പാഷൻ എന്താണ് നമ്മൾ അറിയണം. പാഷൻ പറയുന്നത് ഇൻബോൺ ആണ്. പക്ഷേ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പാഷൻ വരുന്നത്. ചിലർക്ക് യാത്രകളായിരിക്കും. അപ്പോൾ നമ്മൾ ട്രാവൽ ഈസ് മൈ തെറാപ്പി എന്ന് പറയും. ട്രാവലാണ് എൻ്റെ തെറാപ്പി. അപ്പോൾ എൻ്റെ ഏറ്റവും സുഖകരമായ അവസ്ഥ ട്രാവൽ. പക്ഷെ ട്രാവലിന് പൈസ മുടക്കണം. ട്രാവൽ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു പ്രൊഫഷൻ്റെ ആവശ്യമുണ്ട്. സോ ഒരു പ്രൊഫഷൻ വേണം. പിന്നെ ആ പ്രൊഫഷൻ ഇരുന്നാൽ മാത്രം പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെക്കേഷൻ ആവശ്യമുണ്ട്, റിലാക്സേഷൻ്റെ പാർട്ടുണ്ട്, ദെൻ മിഷനുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളെ കൃത്യമായിട്ട്, എന്നിട്ട് ഈ 4 കാര്യങ്ങളെ കമ്പൈൻ ചെയ്ത് കണക്ട് ചെയ്ത് എൻ്റെ കോമ്പിനേഷൻ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കൂ. പാഷനും മിഷനും കൂടെ വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ വാട്ട് യു ലവ് എന്ന് പറയുന്ന ഭാഗം 0 ആയിരിക്കും. പാഷനും പ്രൊഫഷനും കൂടെ കണക്റ്റഡ് ആകുന്നില്ലെങ്കിൽ സന്തോഷമില്ലാത്ത അവസ്ഥയായിരിക്കും. ജോലിയിലും സന്തോഷമില്ല, മറ്റൊരു തലത്തിലും ഇല്ലാത്ത അവസ്ഥ. ഓരോ പ്രൊഫഷനും വെക്കേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ, കമ്പൈൻഡ് ആയിട്ട് ഒരു കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ അധ്വാനിക്കുന്നത് വെറുതെ ആയി. പിന്നെ വെക്കേഷനും മിഷനും കൂടെ കറക്റ്റ് ആകുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് തന്നെ ഒരു അർത്ഥമില്ലാതാവും. കാരണം നമ്മുടെ ലൈഫിന് എപ്പോഴും ചില അടയാളങ്ങൾ സൃഷ്ടിക്കണം. നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില അടയാളങ്ങൾ, ചില ലാൻഡ്മാർക്കുകൾ സൃഷ്ടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിഷനും വെക്കേഷനും കൂടെ കമ്പൈൻ ചെയ്ത് വന്നാൽ മാത്രം, അതിന് സമയം കണ്ടെത്തണം. അതുപോലെ വ്യക്തമായൊരു മിഷനുണ്ട്. അങ്ങനെ മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിനൊരു അർത്ഥമുള്ളൂ. അപ്പോൾ ഈ ലൈഫിന് അർത്ഥമില്ലാതെ വന്നാൽ ആ 2 പാർട്ട് വെറുതെയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതിനെ നമ്മൾ ഇക്കിഗായി എന്ന മനോഹരമായ വാക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്യും. ഓക്കെ, വൺ മോർ ടെക്നിക് ഇസ് കോൾഡ് കെയ്സൺ. കെയ്സൺ എന്ന് പറഞ്ഞാൽ തന്നെ 2 വാക്കാണ്, കെ ആൻഡ് സെൻ. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നതിൻ്റെ അർത്ഥമെങ്കിലും മീനിങ് ഇതാണ്, ഗുഡ് ചേഞ്ച്. കെ മീൻസ് ഗുഡ്, സെൻ മീൻസ് ചേഞ്ച്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, നമ്മളുടെ ആ മുന്നോട്ടുള്ള യാത്രയെ മെഷർ ചെയ്യുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നോ, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് അതിൽ കൂടെ അപ്പോൾ ആ ഓരോ ചെറിയ സ്റ്റെപ്പിൽ നമുക്ക് ഇക്കിഗായിയെ ഡെവലപ്പ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു മിഷൻ പാർട്ടുണ്ട്, വെക്കേഷൻ പാർട്ടുണ്ട്, പ്രൊഫഷണൽ പാർട്ടുണ്ട്, പാഷനുണ്ട്. ചെറിയ സ്റ്റെപ്പാണ്, കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അവിടെ പാഷനാണോ, അല്ലെങ്കിൽ ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിൽ മുഴുവൻ പാഷൻ ഇതാണ് മിഷൻ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇക്കിഗായിയുടെ ഓരോ ഫ്രെയിമിൽ നമുക്ക് കറക്റ്റായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ലക്ഷ്യം കറക്റ്റാണോ എന്നറിയാം, വേസ്റ്റ് കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട്, നമ്മുടെ എനർജി കൃത്യമായി ഫോക്കസ്ഡാണോ എന്നറിയാം. മിനിമലൈസേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം മേക്കിംഗ് സ്മോൾ ചേഞ്ചസ്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചിലൂടെ വരിക. ഒറ്റയടിക്കൊരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു തീർക്കാമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ പഠിച്ചാൽ തന്നെ എന്താണ്, തീർച്ചയായിട്ടും കാര്യക്ഷമത കുറവായിരിക്കും. കാരണം ഒരു കുട്ടിക്ക് 3 മണിക്കൂർ കൊണ്ട് 3 എസ്സേ പഠിക്കാം. പക്ഷെ ഒരാൾക്ക് 1 മണിക്കൂറാണ്. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ആള് കൃത്യമായിട്ട് പഠിച്ച് പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ചൊരു ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സംശയമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ പ്രായോഗികമാകുന്നത്. കാരണം 3 മണിക്കൂർ വേസ്റ്റ് ആയിപ്പോയി. 3 മണിക്കൂർ പഠിച്ചു, പക്ഷേ ഫലം നോക്കുമ്പോൾ എല്ലാം കൂടെ മഗ്ഗപ്പാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥ വരാതെ സ്മോൾ സ്റ്റെപ്പ്, അതിനാൽ ഈ ചെറിയ സ്റ്റെപ്പുകളിൽ കൃത്യമായ സന്തോഷത്തെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായ സന്തോഷത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ചെറിയ സന്തോഷങ്ങളെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ മുന്നോട്ടുള്ള പാത്ത് മോട്ടിവേറ്റഡ് ആയിരിക്കും. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലെ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ അതിനെ കമ്പൈൻഡ് ആയിട്ട് ഗോളിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകും. ഒരു ട്രെയിൻ പോകുന്നത് പോലെ, പല ബോഗികൾ കണക്ട് ചെയ്ത് പോകുന്നത് പോലെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ കെയ്സൺ ഇസ് എ വണ്ടർഫുൾ ടൂൾ. ഗുഡ് ചേഞ്ച് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, എപ്പോഴും ഒരു സ്കെയിലിംഗ് ഫാക്ടറായിട്ട് നമുക്കിന്ന് യൂസ് ചെയ്യാം. ഇവിടെ കെയ്സൺ ഇൻവോൾവ്സ് മേക്കിംഗ് സ്മോൾ ചേഞ്ചസ് ഓവർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ നമ്മൾ 25 മിനിറ്റത്തിൻ്റെ ഒരു ടൈം ഫ്രെയിം നമ്മൾ പോമറോറി പറഞ്ഞെങ്കിൽ ആ കോൺസെൻട്രേഷൻ മുഴുവൻ ആ സമയത്ത് ഉപയോഗിച്ച് ചെറിയ ചേഞ്ച്. അപ്പോൾ അവിടെ 25 മിനിറ്റുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഒരു വിഷയത്തിലെ ഒരു പോർഷൻ കംപ്ലീറ്റ്. ഇനി എനിക്ക് തുറന്നു നോക്കേണ്ട കാര്യമില്ല. അവിടെ എനിക്ക് വേണമെങ്കിൽ കനസ്തറ്റിക് വിഷ്വൽ എല്ലാം കൊടുത്ത് കുറച്ച് അഡീഷൻസ് കൂടെ കൊടുത്ത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആക്കി വെക്കാം. അങ്ങനെ ഒരു ബേസ് പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്താൽ മാത്രമേ, ഒന്ന് മെമ്മറൈസ് ചെയ്താൽ മാത്രമേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ചെറിയ ചേഞ്ചിനെ കറക്റ്റായിട്ട് ബിഗ് ഇംപ്രൂവ്മെൻ്റ് ആക്കി മാറ്റാം. കെയ്സൺ യൂസസ് മെഷർ ടു പ്രോഗ്രസ് ആൻഡ് സക്സസ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രസ്സിനെയും നമ്മുടെ സക്സസിനെയും കൃത്യമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു ടൂളായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. Then another technique is
ഹരി ഹാച്ചിബു, ഇതെല്ലാം നമ്മുടെ ശരീരം കൊണ്ടല്ലേ ചെയ്യുന്നത്. ഈ ശരീരത്തിന് ഇതിന് വേണ്ട എനർജി വേണ്ടേ. അപ്പോൾ ശരീരം പൂർണ്ണമായിട്ടും ഫുള്ളാണെങ്കിൽ ആ എനർജി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഫുള്ളാക്കിയതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മനോഹരമായ ഒരു വാക്കാണ് ഹരഹാച്ചിബു എന്ന് വെച്ചാൽ ഈറ്റ് അണ്ടിൽ യു ആർ 80% ഫുൾ. 80% മാത്രം നമ്മൾ ഫുള്ളാക്കുക ഭക്ഷണം കഴിക്കുന്നു. കാരണം കുറച്ച് ഗ്യാപ്പ് ഇടുക. എന്തിനകത്ത് കുറച്ച് വായു വെള്ളവും ഒക്കെ അതിൻ്റെ അകത്ത് ആ പ്രോസസ്സ്, ആ കഴിച്ച ഭക്ഷണത്തെ കൃത്യമായി ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിലേക്ക് 80% ആകണം. കാരണം ശരീരം വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പോഷക മൂല്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിനുവേണ്ടി നല്ല ക്ലാസിക് ഫുഡ് 80% കഴിക്കുക, ബാക്കി ഫ്രീ ആക്കി. സോ ഇറ്റ് ഇസ് എൻ എൻകറേജ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആൻഡ് പോർഷൻ കൺട്രോൾ. അപ്പോൾ നമ്മളുടെ പോർഷനെ നമുക്ക് തന്നെ ഒരു കൺട്രോൾ വരുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾ ഈറ്റിങ്ങും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്ഷീണത്തെക്കാളും കുറച്ച് പകുതി അരവയറിടുക എന്നൊക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ അരവയറിടണം എന്നൊക്കെയാ, അല്ലെ കുറച്ച് വയറിട്ട് 80% ഫുൾ. ദെൻ ഫൈനലി വൺ മോർ, വാബി സാബി. ഇതും മനോഹരമായ ഒരു ജപ്പാനീസ് ടെക്നിക്കാണ്. എംബ്രേസിങ് ദി ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ. നമ്മളാരും പെർഫെക്ഷനിസ്റ്റുകളല്ല എന്ന് വിചാരിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ. ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് പഠിച്ചിട്ട് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്നില്ല. പക്ഷെ അവർക്ക് എപ്പോഴാണ് സംശയവും പേടിയും വരുന്നത്, ഞാനത് പഠിച്ചില്ല, ഇത് പഠിച്ചില്ല, അങ്ങനെ പഠിച്ചില്ല, ഇങ്ങനെ പഠിച്ചില്ല. ചില ഭാഗങ്ങൾ വിട്ട് മാറ്റി അല്ലെങ്കിൽ വിട്ട് കളഞ്ഞിട്ട് നമുക്ക് പരീക്ഷ എഴുതാം, അല്ലേ? ഏകദേശം ഒരു 20-20 80-20 പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞൊരു പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട് മാനേജ്മെന്റ് ടെക്നിക്കിൽ. 80% ആളുകളാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. 100%, 20% കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. 80% ആളുകൾ ഐഡിയലായി. ഈ 20% റിസൾട്ട് കൊണ്ടിരുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു അധ്യായത്തിലെ 20% പോർഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കൊണ്ടുതരുന്നത്. അപ്പോൾ ആ 20% കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ്, അവിടെയാണ് വാബി സാബി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇംപെർഫെക്ഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇംപെർഫെക്ഷനോടുകൂടി കാര്യങ്ങളെ കണ്ടെത്തണം. പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു മെത്തേഡും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക. ദെൻ അഗെയിൻ ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ബുക്കാണ്. ബ്രിയാൻ ട്രേസി എന്ന് പറയുന്ന കനേഡിയൻ അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറുടെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. നമ്മളാരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് ആണ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഒരു കോട്ട അതിൻ്റെ അകത്തുണ്ട്. ഇഫ് യു ഹാവ് ടു ഈറ്റ് 2 frogs, ഈറ്റ് ദ അഗ്ലിയസ്റ്റ് വൺ ഫസ്റ്റ്. ഇപ്പൊ 2 തവളകളെ നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ അതിലേറ്റവും മോശമായതിനെ ആദ്യം കഴിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറെ ഇമ്പോർട്ടൻ്റ് ടാസ്ക്, 2 ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഉണ്ട്. അതിലേറ്റവും ബിഗസ്റ്റും ഹാർഡസ്റ്റുമായിട്ടുള്ള ടാസ്ക് നമ്മൾ ആദ്യം ചെയ്യുക. അതോടുകൂടി നമുക്ക് ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമയവും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ ബിഗസ്റ്റ് ആയിട്ട് ടാപ്പ് ഏറ്റവും ഡിസ്ട്രാക്ഷൻ കുറച്ച് സമയത്ത് ചെയ്യാം. കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏരിയകൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നുന്ന ഭാഗങ്ങൾ എപ്പോഴും മോർണിംഗിൽ ഇരുന്ന് പഠിച്ചാൽ കൂടുതൽ പ്രയോജനകരമായ റിസൾട്ടിലേക്ക് കടന്നു വരാം. അപ്പൊ ഇത് തന്നെയാണ് നമ്മളുടെ ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു പാർട്ടായിട്ട് നമുക്ക് കൂട്ടാം. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും അറിയാവുന്ന ആദ്യം എഴുതുമെന്ന് പറയും. പക്ഷെ പഠിക്കുമ്പോൾ നേരെ തിരിച്ചെഴുതുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആദ്യം പഠിക്കുക. പക്ഷെ ബുദ്ധിമുട്ടുള്ളതിനെയും ചില മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു, അതിനുശേഷം അതിനെ ആ ഗ്യാപ്പ്, അതിൻ്റെ ഇടയ്ക്കുള്ള നോളജ് ഗ്യാപ്പ് ഫിൽ ചെയ്യണമെന്ന് പറഞ്ഞു, വീണ്ടും നമ്മൾ അതിനെ ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് ഈ ഹാർഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ടോപ്പിക്കും കൂടെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു ബർഡൻ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എങ്കിൽ പിന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നു പോകും. സോ അങ്ങനെ ഒരു മെത്തേഡ് കൂടെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. സോ ദീസ് ആർ ദി ടെക്നിക്സ്. ഇതെല്ലാം ഒരു ഇന്റർനാഷണൽ ടെക്നിക്സ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജാപ്പാനീസ് ടെക്നിക്ക് എന്ന രീതിയിലൊക്കെ വളരെ ഫേമസ് ആയ കുറേ ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള കമൻസും കൂടെ പറഞ്ഞു കേൾക്കാം. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഉണ്ടോ? താങ്ക് യു സർ. താങ്ക് യു.
അപ്പൊ ഒരു എന്താ പറയാ, വളരെ മനോഹരമായ ഒരു നദി ഒഴുകുന്ന പോലെ വളരെ രസമായിട്ട് ക്ലാസ് അങ്ങ് മൂവ് ചെയ്തു പോയി. പഠിക്കണ കാലത്ത് ഇത്തരം സൂത്രങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഒരുപാട് തവണ ആലോചിച്ചു പോയി. നമുക്കറിയാവുന്നതൊക്കെ നമ്മൾ ടീച്ചിങ് മെത്തേഡിൽ പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്തെങ്കിലും ഇത് ഒത്തിരി നല്ല പല പല പേരുകൾ, ചില സൂത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, പക്ഷെ നല്ല ഈ പേരുകളൊന്നും അറിയില്ല. നല്ല രസമുള്ള പേരുകള്. ഒരു മെഡിറ്റേഷൻ ലെവലില് എനിക്ക് സത്യ ക്ലാസ് ഫീൽ ചെയ്തു സാറിന്റെ. അതില് ഫ്രാൻസിസ് ബി റോബിൻസൺ അല്ലേ സാറേ, SQ3R മെത്തേഡ്, അതെ സർവേ ക്വസ്റ്റ്യൻ, അതുപോലെ എന്താ റിലീഫ്, അതുപോലെ സർവേയിലൊരു ബുക്ക് കിട്ടി, നമ്മൾ ഫസ്റ്റ് മറിച്ച് നോക്കുക, സ്കാനിങ്, ദെൻ കുറച്ച് കാര്യം അപ്പൊ ബ്രെയിനിൽ നമുക്ക് ഒരു എന്താ പറയാ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നീട് വായിക്കുമ്പോ അതൊരു ഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. അപ്പോ പണ്ട് എന്റെ കണക്ക് മാഷ് പറഞ്ഞിരുന്നു, ആ ബുക്കിനെടുത്ത് ആദ്യം ഒന്നൊരു കിസ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ കുറച്ചേരം മുഖത്ത് വെക്കുക, ഹായ് നല്ല പുസ്തകം, അപ്പൊ കണക്ക് നല്ല ഈസി ആവുന്ന. കണക്ക് തോൽക്കൂല, കണക്ക് അത്ര ഇഷ്ടമല്ലാതെ മാഷോട് ഒരിക്കൽ പറഞ്ഞപ്പോ ഈ സൂത്രം ഉപയോഗിച്ചിട്ട് അത് ഒരു മിഠായും വായിലിട്ടോ. അത് നല്ല ഒരു സൂത്രം. അത് സാറെടുത്തപ്പോ എനിക്ക് ഓർമ്മ വന്നു. അപ്പോ സ്കാനിങ്ങും അതുപോലെ ഹെഡ്ലൈൻസ്, സബ് ഹെഡിങ്സ്, പിന്നെ അതർ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഒക്കെ ആ ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് ഓർമ്മ വരുമ്പോ, അപ്പൊ ചില ഓതേഴ്സൊക്കെ അത് ഹൈലൈറ്റ് ചെയ്ത് മനോഹരാക്കി വെക്കുമ്പോൾ നമുക്ക് ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുള്ള നല്ല ടിപ്പായിട്ട് തോന്നി. അതുപോലെ ക്വസ്റ്റ്യൻ, ആ ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ അല്ലേ. അപ്പൊ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ല്, അതുപോലെ ഒരു പാരഗ്രാഫ് പണ്ടത്തെ മെത്തേഡ് സാറ് പറഞ്ഞു, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അപ്പൊ തന്നെ നമുക്ക് അത് പഠിച്ചു കഴിയും. പിന്നെ ഈ 5 വൈഫും 1 ഹസ്ബൻഡും മെത്തേഡ്, അതിലെ റീഡിങ്, നമ്മൾ കുറച്ച് ഉറക്കെ വായിക്കുമ്പോ ഓഡിറ്ററിയും വിഷ്വലൊക്കെ കൂടി ആക്ടിവേറ്റ് ആവും. പിന്നെ റീസൈറ്റ്, റിവ്യൂ, പിന്നെ സാറ് പറഞ്ഞത് PQ4R മെത്തേഡാണെന്ന് തോന്നുന്നു. റീഡ്, റീസൈറ്റ്, റിഫ്ലക്റ്റ് ആൻഡ് റിവ്യൂ, അങ്ങനെ ഓർമ്മിച്ചു. പിന്നെ നിമോണിക്സ് ടെക്നിക്ക്, കീവേഡ്, അതുപോലെ പിന്നെന്താണ് അതിന്റെ പേര്, അയ്യോ അല്ലിറ്ററേഷൻ എന്ന് ഞാനിവിടെ കടലാസിൽ വെച്ചിട്ടുണ്ട്. അല്ലിറ്ററേഷൻ നിമോണിക്സ് എന്ന്. മ്യൂസിക്, പാട്ട് പോലെ നമ്മളിപ്പോ 2 2 2 2 4 3 2 6 ഗുണനപ്പട്ടിയൊക്കെ സുഖമായിട്ട് പഠിക്കും. അതുപോലെ ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ടോ ആദ്യത്തെ 2 അക്ഷരം വെച്ചിട്ടോ ഒക്കെ രസകരമായ ഓരോരുത്തരുടെ സ്കില്ല് പോലെ ഉണ്ടാക്കാം. പിന്നെ അപ്പൊ അതിന്റെ കണക്ഷൻസ് ഓർമ്മ വരും. അതില് 12 പോയിന്റ്സ് കണക്റ്റഡാ, അങ്ങനെ എന്താ പറയാ സാറ്, സബ് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി സെൻസറി, അത് ബാക്കോഗ്, എനിക്ക് ബാക്കോഗ് ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. വിഷ്വല്, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റാട്ടറി. അപ്പൊ ഞാൻ മറക്കാതിരിക്കാൻ ബാക്കോഗ് എന്നാ പഠിക്കുക. അത് വിഷ്വൽ ആവുമ്പോ ആ ടൈം ടേബിള്, ടു ഡു ലിസ്റ്റ്, ഡയഗ്രാം, ചാർട്ട്, ഗ്രാഫ് ഒക്കെ, കിനസ്തെറ്റിക് ടച്ച്. അതുപോലെ ഇപ്പൊ സാറ് അപ്പൊ പിന്നെ പറഞ്ഞു, ഒരു ക്ലാസ് എടുക്കുമ്പോ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നമുക്കത് അപ്പൊ അതില് ഓഡിറ്ററും കൂടി കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ പേരുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രോമോഡോറോ ടെക്നിക്ക്, എന്താ ടൊമാറ്റോ ഷേപ്പില് ടൈം അല്ലെ, ബ്രെയിന് എത്ര സമയം ഒരു കാര്യം ടേക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സാറ് പറഞ്ഞല്ലേ 25 മിനിറ്റ്സ് നന്നായി നമ്മള് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അലാം വെച്ചിട്ട് റെഡി ആയിട്ട് അതങ്ങ് പഠിച്ച് ആ കൃത്യസമയത്തിൽ പഠിച്ചുകൊണ്ട് 5 മിനിറ്റ് സ്ക്രീനിൽ നിന്ന് അങ്ങ് മാറിയിട്ട് പാട്ടോ ഡാൻസോ വെള്ളം കുടിക്കുക എന്തെങ്കിലും ഒന്ന് വാക്ക് ചെയ്യേ, നല്ല രസമുള്ള പരിപാടി. മടി വരുമ്പോ നമ്മൾ ചെയ്യും. ഒരു ഇതിന്റെ പരിപാടി സൂത്രം ഇത്ര ടൈമിംഗ് ഒന്നും അറിയില്ല. 20 മിനിറ്റ് ഒക്കെ വരുമ്പോൾ തന്നെ പോലത്തെ മനുഷ്യന് മടി വരും. 25 മിനിറ്റ് പറ്റൂല എനിക്ക്, കുറെ കഷ്ടപ്പെട്ട് ശീലിക്കണ. പിന്നെ ഒരു രണ്ട് മരം വെട്ടുകാരന്റെ കഥ, അത് നല്ല രസമായിട്ട് തോന്നിയതായ. വൈകുന്നേരം വരെ മരം വെട്ടിട്ട് തീരാത്ത കഥ പണ്ട് അധ്യാപകൻ പറയുന്നുണ്ട്. മറ്റാള് വെട്ടി വൈകുന്നേരം പോയിന്ന്. അപ്പൊ ഇയാള് ഈ ഇടവേളയിലൊക്കെ കത്തിക്ക് ഈ എന്താ പറയാ, ഇയാളെ ഇയാൾ മൂർച്ച കൂട്ടി, ഇയാൾക്ക് ഫ്രീ ടൈമും കിട്ടി, എൻജോയ്മെന്റും കിട്ടി.
പണി കുറച്ച് റിലാക്സ് ചെയ്തു, ആയുധത്തിന് മൂർച്ച കൂട്ടി. അപ്പൊ നമുക്ക് പഠിക്കാനും ജീവിതത്തിനൊക്കെ സ്കില്ല് വളരെയധികം പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നന്നായത് മനസ്സിലായി. അതുപോലെ പിന്നെന്താ, ഷോഷിൻ അത് ബിഗിനേഴ്സ് മൈൻഡ് അല്ലെ, എൻകറേജ് ഓപ്പൺ ആൻഡ് ഈഗർ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഓർമ്മ വന്നത്. പിന്നെ ഇലുമിനേറ്റിങ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൈഡ് ഇല്ലാതെ 2-3 പേര് പഴയ എന്നിട്ടാണ് പഴയ ഇതില്ല സാറേ, ഈ ഒരു ഗുരു മാസ്റ്റർ അങ്ങനെ പല പല പുസ്തകം അങ്ങോട്ട് പെട്ടെന്ന് 10ാം ക്ലാസ് പരീക്ഷിക്കുമ്പോൾ ഏതാ പഠിക്കാന്ന് ആകെ കൺഫ്യൂഷനായി. കാരണം പഠിക്കണ കാലത്ത് ഗൈഡൊന്നും മേടിച്ചു തരില്ല, ഇത് ട്യൂഷനും പാടില്ല, കിട്ടിയ ക്ലാസ്സും ബുക്കും വെച്ച് പഠിക്കാൻ. ഈ സാധനമൊക്കെ ഞാനെടുത്ത് ഒളിച്ചു വെച്ചിട്ട് എൻ്റെ നോട്ടും ടെക്സ്റ്റ് എടുത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സമാനത്തോടെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റി. എല്ലാം കൂടി നമുക്ക് ഓരോരുത്തർ തന്നതാ സഹായിക്കാനായിട്ട് ബുക്ക് വെച്ചപ്പോ. അപ്പൊ ഈ എലിമിനേറ്റിംഗ് നല്ല മെത്തേഡാണ്, ഒരു ഈസിനെസ് തോന്നും. പിന്നെ സാറ് മിനിമലിസം കൊണ്ടുവന്നു. പിന്നെ ബാലൻസ്ഡ് എന്താണ് മുറേ സാറ് അങ്ങനെ എന്തൊരു പേര്, 3 ടോപ്പിക്. പിന്നെ ഞാൻ മറന്നത്, അങ്ങനെ ഒരു പേര്. പിന്നെ ഇക്കിഗായി, ഈ നിമിഷത്തില് അപ്പൊ പ്രസന്റ് ലൈഫില് എൻജോയ് ചെയ്യുക, ലൈഫിന് റീസൺ ഉണ്ടാവുക, ഗോൾ സെറ്റിംഗ് ഉണ്ടാവുക. അതുപോലെ അപ്പൊ ഒരു പേഴ്സണൽ മീനിങ്ങും പർപ്പസും ഉണ്ടാവുമ്പോ നമുക്ക് ലൈഫും ജോബ് എന്നുള്ളത് വിട്ടിട്ട് നമുക്ക് ഒരു കരിയർ എന്നുള്ള സെഷനിലേക്ക് വരുമ്പോ പാഷനും ആവും, മിഷനും കൂടിയാകുമ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ പ്രൊഫഷനും പാഷനും ആകുമ്പോഴും വളരെ എൻജോയ്മെന്റ് കിട്ടും. പിന്നെ സാർ പറഞ്ഞത് എന്താ, കെയ്സണും ഹരഹച്ചിബു വാബിസാബി, ഈറ്റ് ദാറ്റ് ഫ്രോഗ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, ഹാവ് എ നൈസ് ഡേ. ഒരു ക്ലാസ് എടുക്കാനുള്ള എല്ലാം ആയി കേട്ടോ. താങ്ക് യു സർ, സാറിന്റെ കഴിവ് നമ്മളായിട്ട് പ്രാണി. പരീക്ഷ സമയല്ലേ, എവിടെയെങ്കിലും പോയി ക്ലാസ് എടുക്കാനുള്ള എല്ലാം ആയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ക്ലാസ്സിന്റെ ഷോർട്ടായിട്ട് വേറെ ഇനി ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും? Sir, very informative, അതെ. very interesting class. ജപ്പാനീസ് സ്റ്റഡി ടെക്നിക്സ് എനിക്ക് പോമഡോറോ കേട്ടിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ കേസനും കേട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇപ്പോഴാണ് ഞാൻ കേട്ടത്. പിന്നെ സാറേ വാബി സാബി എന്തായിരുന്നു, അതെനിക്കൊന്നും കൂടെ. വാബി സാബി എന്ന് പറയുന്നത് വാബിസാബി സാറ് പറഞ്ഞത് ചിലത് വിട്ടുകളയും അല്ലേ സാറ്, 80-20 മെത്തേഡാണ് എൻ്റെ ഓർമ്മ സാറ് പറഞ്ഞത്. 20 ഭയങ്കര ഇമ്പോർട്ടന്റ് ആക്കും. അപ്പൊ അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാം അല്ലേ സാറേ? അതെന്താ വെച്ചാല് നമ്മള് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കണം. ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പലർക്കും പെർഫെക്ഷനിസം കൂടി വരുമ്പം, അല്ലെങ്കിൽ പഠിക്കാൻ ഇപ്പം നമ്മൾ കുട്ടികൾ പഠിക്കുമ്പം പൂർണ്ണമായിട്ട് പഠിച്ചില്ല അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് എഴുതില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി നമ്മുടെ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അല്ലെങ്കിൽ ചിലതൊക്കെ വിട്ട് പഠിക്കുക, ചില ഭാഗങ്ങളൊക്കെ വിട്ട് പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് എത്താൻ പറ്റും. പെർഫെക്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സാണ്, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ചുറ്റുപാടൊക്കെ സ്ട്രെസ് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇംപെർഫെക്ഷനെ എംബ്രേസ് ചെയ്യുക എന്ന് പറയും. ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഓക്കെയാണ്, ആ മിസ്റ്റേക്കിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാറ്. അപ്പൊ നമ്മൾ മോഡൽ പരീക്ഷ എഴുതിക്കുന്നത് എന്തിനാണ്? പരീക്ഷ ഭയം പോകും, പരീക്ഷ ഇതാണ് ഇംപെർഫെക്ഷൻസിന്റെ ഒരു പാർട്ടിനെ അംഗീകരിക്കാൻ വേണ്ടിയാണ്. അവിടെ തെറ്റുകൾ പറ്റാം, ആ തെറ്റ് പറ്റിക്കുന്ന അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. പരീക്ഷ എഴുതുന്നില്ല അങ്ങനെ തന്നെയാണ്, തെറ്റുകൾ പറ്റാം, ആ തെറ്റുകൾ അംഗീകരിക്കാം. നമ്മളിപ്പോ പറയില്ല, പുതിയൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകത തോക്കാൻ സമ്മതിക്കാത്ത ഒരു തലമുറയുടെ പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയല്ല, തോക്കണം, ജയിക്കണം. ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കുട്ടികളുമായിട്ട് കളിക്കുകയെന്ന് വിചാരിക്കും, ചെസ്സ് കളിക്കുകയോ എന്ത് കളിച്ചാലും നമ്മൾ തോറ്റു കൊടുക്കും കുട്ടികൾക്ക് അല്ലേ, അവർ ജയിക്കട്ടെ എന്ന് വിചാരിക്കും, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, സത്യസന്ധമായിട്ട് ചെയ്യണമെന്നാണ് അതിന്റെ രീതി. ഇല്ലെങ്കിൽ എന്ത് പറ്റുക വെച്ചാൽ അവർക്ക് എപ്പോഴും ജയിക്കണം എന്നുള്ള ഒരു തോന്നൽ വന്ന് അവർ ജയിക്കില്ലെങ്കിൽ അത് ഭയങ്കര മാനസിക പ്രശ്നമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് കൂടി കളിക്കാൻ അനുവദിക്കുക എന്നാണ് പറയുന്നത്.
അപ്പോൾ അവർ തമ്മിൽ അവിടെ ജയവും തോൽവിയും ഒക്കെ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും. അപ്പോൾ ഇങ്ങനെ ഇംപെർഫെക്ഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുക ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് മാറ്റുക. മിസ്റ്റേക്കുകളെ മനസ്സിലാക്കി അതിനെ തോൽവിയിലൂടെ ജയത്തെ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ വാബി സാബി എന്ന് പറയുന്നത്. പറഞ്ഞോന്ന് പറയട്ടെ. പറയും. അതായത് ഒരു അധ്യാപകൻ നല്ലൊരു വിദ്യാർത്ഥി ആയിരിക്കണം എന്ന് പറയാറുണ്ട്. കാരണം നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നല്ലൊരു വിദ്യാർത്ഥി ത്രൂഔട്ട് വിദ്യാർത്ഥിയാണെങ്കിൽ നല്ലൊരു അധ്യാപകനാകാൻ പറ്റുള്ളൂ. പിന്നെ ഈ മെമ്മറിയുടെ കാര്യം ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഡീപ്പ് നോളജ് വേണം. അപ്പോൾ അത് നോളജ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൂടുതൽ മെമ്മറിയിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പറഞ്ഞു, എഴുതുന്നത് അത് നല്ല മെത്തേഡാണ്. എഴുതുന്നത് കൂടി നമുക്ക് ഓർമ്മയിൽ നിർത്തും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മിക്കാൻ പറ്റും. പിന്നെ വേറൊന്ന് പറഞ്ഞിരുന്നത് SQ3R ആണ്. അതായത് സ്കാൻ ചെയ്യുക. നമ്മളൊരു പുസ്തകം ആരാണ് ഓതർ നോക്കും. പിന്നെ വേറെ കൂടുതൽ അതിൻ്റെ കണ്ടൻസ് അവതാരിക ആരാ എഴുതി നോക്കും. ബാക്കിൽ ഈ ഓതറെ പറ്റിയുള്ള കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇത് മൂന്നും ആകുമ്പോഴേ നമ്മൾ ആ സബ്ജക്റ്റിനോട് നമ്മൾ ആ സബ്ജക്റ്റ് വായിക്കാനും പിന്നെ ഉള്ള ഒരു പ്രചോദനം കിട്ടും. അപ്പം നമ്മൾ കൂടുതൽ ആ സബ്ജക്റ്റിനെ നമ്മൾ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. അപ്പോൾ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നതോടുകൂടി നമുക്ക് കൂടുതൽ മെമ്മറി ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ. പിന്നെ വേറൊന്നുള്ളത് മെൻ്റൽ ഇമേജാണ്. അത് കൂടുതൽ മെമ്മറീസിന് സമയത്തുള്ള നല്ല പോയിന്റുകളാണ് പറഞ്ഞത്. പിന്നെ ഒരു 9 ജാപ്പാനീസ് ടെക്നിക്ക് ഇവിടെ പറഞ്ഞു. പ്രൊമോഡോറോ ടെക്നിക്ക്. അതിൽ 25 മിനിറ്റ് നേരെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ശരിയാണ്, വളരെ നല്ലൊരു മെത്തേഡാണത്. പക്ഷെ അതേസമയം അതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ചെറിയൊരു അപവാദം എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവൽ നമ്മൾ വായിക്കുക. അപ്പോൾ ഈ 25 മിനിറ്റ്സ് അല്ല അവിടെയുള്ളത്, നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് എനിക്ക് തോന്നി. കാരണം ഞാനത് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുണ്ട്. ഒരു നല്ലൊരു നോവൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നോവൽ വായിക്കുമ്പോൾ നമ്മൾ ഒറ്റ ഇരിപ്പിനെ വായിച്ചു തീർക്കും. അപ്പോൾ അത് ഈ പ്രൊമോഡോറോ ടെക്നിക്ക് നല്ലതാണ്. അത് നല്ല സ്റ്റഡി പർപ്പസ് വരുമ്പോൾ അത് നല്ല മെത്തേഡാണ്. പക്ഷെ അതേസമയം എൻ്റെ ഒരു ആഡ് ചെയ്യുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവൽ വായിക്കാൻ നമുക്ക് ഈ 25 മിനിറ്റ്സ് അല്ല ത്രൂ ഔട്ട് നമുക്ക് മെമ്മറി ചെയ്യാൻ പറ്റും. അത് പിന്നെ കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. മടുപ്പില്ല, മടുപ്പില്ല, അത് പോകും. ഇല്ല, അതുകൊണ്ട് പഠിക്കേണ്ട കാര്യത്തിൽ അത് വളരെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഷോഷൻ ഇഫക്റ്റ്, ഷോഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് മൈൻഡ് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊമോഡോറോ ടെക്നിക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് റിലാക്സ് ചെയ്യുന്നു. പിന്നെ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ഷോഷൻ ടെക്നിക്ക് അവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ലേ ശരിക്കും പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ 25 മിനിറ്റ്സ് കഴിയുമ്പോൾ 5 റിലാക്സേഷൻ വരുമ്പോൾ പിന്നെയും നമ്മൾ ബിഗിനേഴ്സ് മൈൻഡ് വരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ. അതും ആക്ച്വലി ആ ഷോഷൻ ഇഫക്റ്റ് അവിടെ വരുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു എളിയ ഒരു സംശയം. പിന്നെ വേറൊന്ന് എന്തൂസിയാസം. അത് എന്തൂസിയാസം ചെയ്യുന്നത് വെച്ചാൽ ഈ ബിഗിനേഴ്സ് മൈൻഡിൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ വിഷ്വലൈസ് ചെയ്യുക കാര്യങ്ങൾ. പിന്നെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുറ എന്ന കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ. അതെ, എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ IAS പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുറെ റിസോഴ്സ് കിട്ടും. പക്ഷെ ഒരു പരിധിയിലധികം റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് കൺഫ്യൂഷൻ ആയി പോകത്തില്ല. അതെ. ആവശ്യമില്ലാത്തത് എലിമിനേറ്റ് ചെയ്യുക, വേസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ പാഷനും പ്രൊഫഷനും പറഞ്ഞു. നമുക്ക് പ്രൊഫഷൻ പാഷനേറ്റ് ആകാം, പ്രൊഫഷനിൽ തന്നെ പാഷനേറ്റ് ആകാം. അപ്പൊ അതുകൊണ്ടാണല്ലോ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പിന്നെ എന്താ പറയുക, മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷൻ ആകുമ്പോൾ അതൊരു യാന്ത്രികമായി പോകും. ഇപ്പോൾ ഒരു അധ്യാപകൻ, ഒരു ക്ലർക്കിന് അവന് പൈസ സമ്പാദിക്കാൻ വേണ്ടി ക്ലർക്കാകാം, പക്ഷെ ഒരു അധ്യാപകനാകാൻ പറ്റില്ല എന്നാണ്. അധ്യാപകനും ഡോക്ടറും എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ആണ്. അയാൾ ആ ഫീൽഡിൽ പാഷനേറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ വിജയിക്കണമെങ്കിൽ പ്രൊഫഷൻ ഫാഷനേറ്റേക്ക് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊന്ന് പിന്നെ കുറേ കാര്യങ്ങൾ ഈ കൈസൻ അല്ലേ, വാബി സാബി, ഈറ്റ് ദാറ്റ് ഫ്രോഗ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതാണ്ട് 9ഓളം ടെക്നിക്കുകളുടെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം സാറ് ഇതുവരെ എടുത്തതിൽ സബ്ജക്റ്റിന് വളരെ വ്യതിചലിച്ചുള്ള നല്ലൊരു ഇമ്പ്രസീവായ ഒരു ക്ലാസ് ആയിരുന്നു എൻ്റെ അഭിപ്രായം. താങ്ക് യു സാർ. താങ്ക് യു സർ.
വേറെ ഹരി കേൾക്കുന്നുണ്ടോ? റോയ് ആ ഉണ്ട് സാറേ. ജോസ്? താങ്ക് യു സോ മച്ച് സാറേ. പറയൂ. നല്ല സെഷൻ ആയിരുന്നു സാറിനെ. സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ക്ലാസ് എടുക്കാനായിട്ട് ഇത്രയും ഇൻഫർമേഷൻ ഞങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള സാറിൻ്റെ ആ ഒരു എന്തൂസിയാസം, അതിന് ഹാറ്റ്സ് ഓഫ്. ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ സാറേ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, എനിക്ക് തോന്നുന്നത് നമ്മുടെ സാറാ ഇതെടുത്തില്ലേ, ആ ഇക്കിഗായ്. ആ അപ്പൊ ഇക്കിഗായിയുടെ ഇതില് സാറ് വെക്കേഷൻ എന്നാണ് പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയത്. ഓ വെക്കേഷൻ. ശരി, ഓക്കെ സാർ, താങ്ക് യു. ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലേ? അതെ സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാറ്. ഒരുപാട് ടെക്നിക്കുകൾ പഠിക്കാനും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു ഹരി. സാറേ, ഈ പഠനം എളുപ്പമാക്കുക എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാറ് പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു കുട്ടിക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരവസരം ആണ് സാറിന്ന് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പഠനം ഇൻട്രസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓർമ്മയിൽ തങ്ങി നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ സാറ് പറഞ്ഞ ടെക്നിക്കുകൾ എല്ലാം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ ഉതകുന്നതാണ്. ഇത്രമാത്രം ടെക്നിക്കുകളെ കുറിച്ചൊക്കെ പലതും ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു ക്ലാസ്സിലാക്കി തന്ന സാബു സാറിന് ഒത്തിരിയധികം അഭിനന്ദനങ്ങളുണ്ടാവും. കാരണം ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒരു ക്രോഡീകരിച്ച് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആക്കി എടുക്കാൻ പറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ വളരെയധികം നേട്ടങ്ങൾ നൽകുന്നുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ. യെസ്, വേറെ ആർക്കെങ്കിലും? ഈ കേസിനൊക്കെ മനഃശാസ്ത്രപരമായിട്ട് അതിന്റെ മെത്തേഡ് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ സാറേ? പിന്നെ അവരെ പ്രാക്ടീസ് ചെയ്യുന്നല്ലേ ഏറ്റവും കൂടുതൽ ആള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ലേ അത്? പിന്നെ അതിൽ സാറ് ഫസ്റ്റ് പറഞ്ഞതില്ലേ പ്രൊട്ടേജ് ഇഫക്റ്റ് എന്നല്ലേ അത് പറഞ്ഞത്? ഞാൻ എപ്പോഴും ആലോചിക്കും, 4ലും 5ലൊക്കെ പഠിച്ചത് എനിക്ക് കാണാപ്പാട് എപ്പോഴും. അന്ന് എനിക്കൊരു പൂച്ചുണ്ട്, അപ്പൊ അവനെ പിടിച്ച് ഞാൻ കസാരയിൽ എടുത്തിട്ട് ഒരു ഇറുക്കിലെടുത്തിട്ട് ഫുൾ ടൈം അവനെ പഠിപ്പിക്കല പണി. അവനെ പഠിപ്പിക്കിരുത്തിയിട്ട് പറയടാ അതാണ് പറഞ്ഞതൊക്കെ കേൾക്കും. എനിക്കത് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കളിക്കാൻ പോകും. അത് ഞാനൊരു 10ാം ക്ലാസ് വരെ തുടർന്ന പണി. പിന്നെ എല്ലാവരും കളിയാക്കി. പിന്നെ ഞാൻ അങ്ങനത്തെ പരിപാടി നിർത്തിയിട്ട് എവിടെ ഒളിച്ച് നിന്നിട്ട് മരത്തിന്റെ അടുത്ത് പോയിട്ട് അതിനെ കൊട്ടിയിട്ട് തന്നെ പഠിക്കും. കുറെ പ്രാവശ്യം പഠിക്കാൻ എനിക്ക് മടിയൊരു കാര്യം. അപ്പൊ ഇതന്നെ ഞാൻ ഇപ്പോഴും ചെയ്യാം. എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് മുമ്പിൽ ഒരാളെ വെച്ചിട്ട് സാറ് പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നിട്ട് ഞാൻ അങ്ങനെ മെഡിറ്റേഷൻ മോഡിക്ക് പോയ ക്ലാസ്. പ്രൊട്ടേജ് ഇഫക്റ്റ് അല്ലേ സാറ്? പ്രൊട്ടേജ് ഇഫക്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെയൊക്കെ ഡെലിഗേറ്റ് ചെയ്താൽ മതി. നമ്മളൊരു പോർഷൻ എടുത്തിട്ട് ഇന്ന പോർഷൻസ് ഇന്ന ആള് പറയണമെന്ന് പറയുമ്പോൾ ആ ഇഫക്റ്റ് തന്നെ വരും. കാരണം അവർക്ക് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളോട് ആധികാരികമായിട്ട് നോളജ് വേണമെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അവർ പഠിക്കും. പക്ഷെ എല്ലാം പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പോർഷൻ മാത്രമായിട്ട് തിരിച്ചു കൊടുക്കും. ഒരു പോർഷൻ അവർക്ക് കൊടുക്കും, വേറൊരാൾക്ക് വേറൊരു പോർഷൻ കൊടുക്കും. അപ്പോൾ ആ ഒരു ചെറിയ പോർഷൻ മാത്രം അവർക്ക് ഈ പറയുന്ന ഇഫക്റ്റിലൂടെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അവർക്ക് റെക്കഗ്നിഷൻ കൊടുക്കും, നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറയും. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പല കുട്ടികളും അധ്യാപകരായപ്പോ അവര് പറയും അന്നത്തെ സ്കില്ലുണ്ടല്ലോ ടീച്ചർ, അത് ഒടുക്കത്തെ സ്കില്ലായിരുന്നു. നമുക്ക് എളുപ്പമാണ് വീണ്ടും വീണ്ടും പറയണ്ട. മെഡിക്കരെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് അവരുടെ ഡ്യൂട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയ മറ്റവരെ പഠിപ്പിക്കല്. ഇത് വളരെ ഒരു പീരീഡ് ടൈമില് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കുറച്ച് സമയം ഡിസ്കഷൻ വേണം. നമ്മൾ അതിന് സമയം കിട്ടത്തില്ല. 2 പീരീഡ് അങ്ങനെ. പിന്നെ ഒഴിവുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ.
താങ്ക് യു സാർ. നല്ല സെഷൻ, എല്ലാവർക്കും ഉപകാരപ്രദമായി. അല്ല, ഞാനൊരു കാര്യം ഓർക്കുക, ഈ 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളതായ അമ്മ MBBS പഠിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഭാഗം ഞാനത് വിഷ്വലൈസ് ചെയ്തതാണ് ഇടയ്ക്ക്. അതായത് പഠിച്ച കാര്യങ്ങൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. ഇങ്ങനെ അമ്മയ്ക്ക് ഇതൊന്നും അറിയാൻ മേല, 6ാം ക്ലാസ്സുകാരിയാണ്. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് വരുമ്പോൾ ഒരു തടസ്സം വരുമ്പോൾ ശരിയായില്ലല്ലോ അത് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അത് ഈ പ്രോട്ടേജ് എഫക്റ്റിൽ പെടുന്ന ഒരു സ്റ്റഡി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് സാർ പറഞ്ഞപ്പോൾ. കാരണം 6ാം ക്ലാസ് അയാൾ MBBS സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ എങ്കിലും ഈ കുട്ടി അമ്മയോട് പറഞ്ഞു കൊടുക്കുക ഈ പഠിച്ച കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അന്നേരം അതൊരു നല്ല മെത്തേഡായിട്ട് തോന്നി. ഇപ്പൊ മറ്റേ ബുഷിനോടും കുറ്റിച്ചെടികളോടും ഒക്കെ നമ്മൾ പഠിച്ചേച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ അതൊരു നല്ല ടെക്നിക്കായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കി ഈ വിഷ്വലയിലും ഈ നിമോണിക്സും ഒക്കെ വളരെ എഫക്റ്റീവാണ്. പക്ഷെ എല്ലാത്തിനും അല്ല, മനസ്സിലാവാൻ ബുദ്ധിമുട്ട് വരുന്ന ഭാഗങ്ങൾക്ക് ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ അല്ലാണ്ട് എല്ലാം ഒന്നും അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഏത് ടെക്നിക്കാണോ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഇതിനകത്തുനിന്ന് ഇതെല്ലാം മടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ സാർ. യെസ്. അതുപോലെ തന്നെ ഹരി ഓർമ്മിച്ച പോലെ വെക്കേഷൻ അല്ല, വൊക്കേഷൻ ആണ്. സാർ, യെസ്. യെസ്, വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാറേ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു സാറേ. എഴുതിയിട്ട് പഠിക്കും, ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. വായിൽ എഴുതി പഠിക്കും. ഓക്കെ. അപ്പോൾ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയട്ടെ സാർ, പറയട്ടെ. സാറേ, സമ്മാർ ഐ മൈൻഡഡ്, സമ്മാർ ഇയർ മൈൻഡഡ്, സമ്മാർ മോട്ടോർ മൈൻഡഡ്. അപ്പോ അതിനനുസരിച്ച് അവർക്ക് ഏത് തരത്തിലാണോ പഠിക്കാൻ പറ്റുന്ന ആ തരത്തില് നമ്മൾ കൊടുക്കുന്നതും ഒരു നല്ല കാര്യമല്ലേ. ചിലർക്ക് നോക്കി ഐ മൈൻഡഡ് ആണ്, ചിലര് ഇയർ മൈൻഡഡ് ആണ്, കേട്ട് പഠിക്കുന്ന ഇതാണ്. ചിലര് മോട്ടോർ മൈൻഡ്, അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ കാറ് ബ്രേക്ക് ഡൗൺ ആയ വഴി കിടന്നാൽ ഈ ക്ലാസ്സിൽ ഒന്നും പഠിക്കാത്ത കുട്ടി ചിലപ്പോൾ അത് ശരിയാക്കി തരും. അവന് ആ സ്കില്ലാണുള്ളത്. അപ്പൊ അവരുടെ സ്കില്ലിനെയും കൂടെ ബേസ് ചെയ്ത് അവർക്ക് ആ നമ്മൾ പഠിക്കാനുള്ള ഇത് കൊടുക്കാൻ, ഇത് ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കിയിട്ട് സാറിന്റെ ഇത് വീണ്ടും 2-3 പ്രാവശ്യം കേട്ടിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. താങ്ക് യു സാർ. ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് ഈ ടോപ്പിക്ക് ഈ പേരുകളൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ട് അവർക്കൊരു രസമായിരിക്കും. അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ട് 2 പ്രാവശ്യം ഒന്ന് ഒച്ചയിൽ ഈ വാക്കൊക്കെ ഒന്ന് പറയിപ്പിക്കുമ്പോൾ തന്നെ അവർക്കൊരു തമാശ തോന്നും. എന്തിടപാടാണ് അല്ലേ? സ്ഥിരമായിട്ട് പറയുന്നതിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ സാധിക്കും. കോൺസെൻട്രേഷൻ ഇല്ലാന്നാണ് അവർക്ക് എപ്പോഴും ഉള്ള പരാതി, അതാ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുപോലെ അവരുടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഈ കറക്റ്റ് പൊമോഡോറോ ടെക്നിക്ക് കറക്റ്റ് 25 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്ത് അലാമൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ അതൊക്കെ അവർക്ക് എക്സ്പീരിയൻഷ്യൽ ആയിട്ട് മനസ്സിലാവും. 25 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ ഒന്ന് മൂവ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ഇതെല്ലാം ചെയ്യാം. അപ്പൊ അത് നേടുമോ? ഓക്കെ. വേറെ ആരുള്ള ഉഷാമുണ്ട്? സജിത്ത്, ജോർജ് സാർ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വൺസ് അഗെയിൻ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു സ്പർശമ തന്നെ പറയുന്നു. താങ്ക് യു സർ. ഇന്നത്തെ പ്രോഗ്രാം ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇതില് റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡ് ഒഴിച്ചിട്ടെന്നുള്ള പോർഷൻ എനിക്ക് ഇന്നാ കിട്ടിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിക്കുമ്പം ഇടയ്ക്ക് പോയിന്റ്സ് കുറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ ഈ മെത്തേഡുകൾ എല്ലാം തന്നെ നല്ലതാണ്. ക്ലാസ് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഇത് പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് അത് ഒന്നുകൂടെ പഠിക്കാൻ വളരെ ഒരു താല്പര്യം തോന്നും. വീട്ടിൽ നമ്മൾ അവരോട് തന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്നതിലും മറ്റു ടീച്ചേഴ്സിന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ക്ലാസ് എടുക്കുമ്പോൾ ഈ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ അവർക്കൊന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എന്തോസിയാസം ഉണ്ട്. എന്നൊക്കെ പറയാമല്ലോ നമുക്ക് അല്ലെ. കേസ് വാബി സാബി ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ
ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചേഞ്ച് നമ്മൾ കൺവെൻഷണൽ രീതിയിൽ നിന്ന് സ്വല്പം കൂടെ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കുട്ടികളെ കൊണ്ട് തന്നെ ഈ പഠിപ്പിച്ച ഭാഗം തലേ ദിവസം പഠിപ്പിച്ച പിറ്റേ ദിവസം അത് നിങ്ങളൊക്കെ കൊണ്ട് പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ അവരോട് ഓരോ ഫ്രാക്ഷൻ പോർഷൻ തിരിച്ചു കൊടുത്താൽ മതി. പക്ഷെ എന്നാലും എല്ലാ കുട്ടികളും അതിന് വേണ്ടി പഠിച്ചുകൊണ്ട് വരും. അതെ, ഇമ്പോസിഷൻ ഒക്കെ കൊടുത്തും അവരെ വിഷമിപ്പിക്കുന്നതിലും നല്ലത് ഈ ഇമ്പോസിഷൻ കൊടുക്കുന്നതിനേക്കാൾ നല്ല ആ പോർഷൻ പഠിപ്പിച്ച് ക്ലാസ് എടുക്കാം. 5 മിനിറ്റ് മതി, ഇനി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. അവരെ അസൈൻ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടാണ് ഇതിൻ്റെ അകത്ത്. നമ്മൾ ടീച്ചേഴ്സിന്റെ റോള് കുറച്ച് അവരെ ഡെലിഗേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. പിന്നെ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പിക്ചറായിട്ട് പോയിന്റ് മനസ്സിൽ കൊണ്ടുവന്ന് അത് നമ്മൾ വിഷ്വലായിട്ട് കാണുമ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് അത് സ്റ്റോറിയായിട്ട് മെനഞ്ഞു കൊണ്ടുവരുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും. പിന്നെ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തന്നെ ഓർത്തുകൊണ്ട് ചെയ്യുന്നത്. ഓർത്തുകൊണ്ട് നമ്മൾ മറ്റു പണികളിലേക്ക് പോകുമ്പോഴാണ് മൈൻഡിൽ ഇത് ഓർക്കുമ്പോൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് സഹായിക്കും. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇത് ഒന്നുകൂടെ ഓർപ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ വന്നു. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സർ. സാധാരണ നമ്മൾ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പലപ്പോഴും എടുക്കുന്നത്. അത് ഞാനൊന്ന് കൺവേർട്ട് ചെയ്ത് ടീച്ചിങ് അല്ലെങ്കിൽ സ്റ്റഡിയുടെ രീതിയിലേക്കൊന്ന് ആക്കി മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു പ്രൊഫസർ, എല്ലാവർക്കും. ഓക്കെ, സി യു രാജ്.